കിളിവാതിലുകളിൽ കൂടെയാണ് മരണം ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ കിളിവാതിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും മാതാപിതാക്കൾ അടയ്ക്കണം. ആഴ്ചയിൽ ഒരു ദിവസം തന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആരോമ TV-യിൽ കൂടി രാജ്യങ്ങളോട് ദൂത് വിളിച്ചറിയിക്കുകയാണ്. അരോമ TV-യുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ രജനി ബിജു ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്കവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇത് ഒരു വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം എല്ലാവരും പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ രജനി ബിജുവിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ TV-യുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് രജനി ബിജു. എൻ്റെ ഹസ്ബൻഡ് ബിജു തോമസ്. എനിക്ക് 2 കുഞ്ഞുങ്ങളാണ്. ഞാൻ കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനൊരു സ്റ്റാഫ് നഴ്സായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബെഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങൾ കർത്തൃവേലയിലും സ്തോത്രം ഈ കുവൈറ്റിന്റെ പ്രദേശത്തായിരിക്കുന്നു. എൻ്റെ മാതാപിതാക്കള് കുലശേഖരം, തമിഴ്നാട്ടിൽ കുലശേഖരം എന്ന സ്ഥലത്താണ്. എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരു കുടുംബമായിട്ട് നാടിന്റെ പ്രദേശത്തായിരിക്കുന്നു. സഹോദരൻ എന്നോടൊപ്പം കുവൈറ്റിലുണ്ട്. എന്നെ വിവാഹം കഴിച്ചയച്ചത് ഇടയാറന്മുളയാണ്. കേരളത്തില് ഇടയാറന്മുള എന്ന സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡും ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. ഞങ്ങൾ മർത്തോമ ബാക്ക്ഗ്രൗണ്ടാണ്. ഞാനും എൻ്റെ ഭവനത്തിൽ നിന്ന് ഒറ്റയ്ക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ സ്തോത്രം, വലിയവനായ ദൈവം ഞങ്ങളെ ഒരുമിച്ച് ചേർത്ത് വെച്ചു. കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഇന്നും ഈ കുവൈറ്റിന്റെ പ്രദേശത്ത് ഞങ്ങളായിരിക്കും. എൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ ഈ ഒരു അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തോടും അരോമ TV പ്രവർത്തനത്തിന് അതിന്റെ നേതൃത്വം വഹിക്കുന്ന പാസ്റ്റർ ഡാനിയൽ ജോൺ, അതുപോലെ തന്നെ എൻ്റെ ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ പേര് രജനി. ഞാൻ കുവൈറ്റിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ എൻ്റെ കുട്ടിക്കാലം ഒന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചത് കേരളത്തിലാണെങ്കിലും ഞാൻ വളർന്നത്, പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലാണ്. ഞാൻ മലയാളം പഠിച്ചിട്ടില്ല. കൃപയാൽ കർത്താവ് എന്നെ മലയാളം പഠിപ്പിച്ചു. എൻ്റെ കുട്ടിക്കാലം ഓർക്കുമ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ഭവനത്തോടുള്ള ബന്ധത്തിൽ പറയാതിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ മാതാപിതാക്കളുടെ സ്ഥലം റാന്നി കേരളത്തിൽ റാന്നി എന്ന പ്രദേശമാണ്. ആ റാന്നിയിൽ ഞങ്ങളുടെ ഭവനം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ വളരെ സാമ്പത്തികമായിട്ട് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഭവനമായിരുന്നു. എന്നാൽ എൻ്റെ വല്യപ്പച്ചൻ, എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, അതിനുശേഷം തന്റെ 2 ആൺമക്കള് 6 മാസം ഉള്ള ആ ഒരു ഇടവേളയിൽ 1.5 വർഷം കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവര് പഴയ കാലത്തിലൊക്കെ ഈ പ്രശ്നം വെച്ചൊക്കെ നോക്കുമ്പോൾ അവര് പറഞ്ഞു, ഇനി ഈ ഭവനത്തിൽ തലമുറകൾ, പ്രത്യേകിച്ച് ആൺ തലമുറകൾ വാഴത്തില്ല എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അപ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ, ഇനി അടുത്ത ജനറേഷൻ എൻ്റെ ഫാദറാണ്. അപ്പോൾ ഇനി ആ ഫാദറിനെ പോലും നഷ്ടപ്പെടുവാൻ സമ്മതിക്കാതെ അവിടെ സകലതും വിറ്റ് വാടക വീട്ടിൽ താമസിക്കുകയും, എൻ്റെ ഫാദറിന്റെ 20ാമത്തെ വയസ്സിലാണ് പപ്പയുടെ വല്യപ്പച്ചന്മാര് ഇപ്രകാരം ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എൻ്റെ പപ്പയ്ക്കായിരുന്നു ആ കുടുംബത്തിന്റെ സകല ചുമതലയും. കാരണം എൻ്റെ പപ്പയായിരുന്നു അടുത്ത ജനറേഷന്റെ സന്തതിയുടെ ആദ്യത്തെ ആള്. അപ്പോൾ കുടുംബത്തിന്റെ സകല ചുമതലകളും വഹിപ്പാൻ തക്കവണ്ണം 20ാമത്തെ വയസ്സിൽ താൻ ജോലിയോടുള്ള ബന്ധത്തിലാണ് തമിഴ്നാട്ടിലേക്ക് കടന്നുപോയത്. അവിടെ തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അത് വലിയ വലിയ തോട്ടങ്ങളില് അവിടുത്തെ സൂപ്രണ്ടായിട്ടാണ് എൻ്റെ പപ്പ ജോലി അനുഷ്ഠിച്ചത്. എന്നാൽ സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും ആ സമയത്തില്ലായിരുന്നു. ഭവനത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ പപ്പ ഒരു മദ്യപാനിയായിരുന്നു.
അതോടൊപ്പം തന്നെ രാത്രിയിലൊക്കെ ചീട്ട് കളിക്കുകയും അങ്ങനെയുള്ള ഇഷ്യൂസ് ഒരു കുടുംബത്തിന്റെ ആ സന്തോഷത്തെ സമാധാനത്തെയും നഷ്ടപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പലപ്പോഴും ഭവനത്തിൽ വഴക്കും കാര്യങ്ങളും അതുപോലെ ഫുഡ് ഉണ്ടാക്കി വെക്കുമ്പോൾ ഈ കുടിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ആ പ്രശ്നങ്ങൾ മൂലം നല്ല രീതിയിൽ ആഹാരം പോലും കഴിക്കാത്ത ഒരു കുട്ടിക്കാലം എൻ്റെ ഓർമ്മയിൽ എനിക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ അമ്മയെ സംബന്ധിച്ച് അമ്മയുടെ ഭവനക്കാരും മർത്തോമക്കാരായിരുന്നു, പപ്പായുടെ ഭവനക്കാരും മർത്തോമക്കാരായിരുന്നത് കൊണ്ട് നല്ല പ്രാർത്ഥനക്കാരായിരുന്നു. എൻ്റെ വല്യമ്മച്ചിമാര് രണ്ടുപേരും, കുടുംബത്തിലെ വല്യമ്മച്ചിമാര് നല്ല പ്രാർത്ഥിക്കുന്നവരായിരുന്നു. എൻ്റെ അമ്മയും അപ്രകാരം തന്നെ നല്ല പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എൻ്റെ പപ്പയുടെ മദ്യപാനം കാരണം വളരെ ദുഃഖത്തോടുകൂടി പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന അമ്മയെ എനിക്ക് പലപ്പോഴും കുട്ടിക്കാലത്ത് കാണുവാൻ ഇടയായി തീർന്നു. അത് ഇന്നും അത് ഓർമ്മയിൽ അപ്രകാരം തങ്ങി നിൽക്കുന്നു. എന്നാൽ നാളുകൾക്ക് ശേഷം എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ എനിക്കൊരു സഹോദരനും സഹോദരിയും ഉണ്ടായി. അതിനുശേഷം എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിൽ ആ തോട്ടം വിട്ട് കുലശേഖരം എന്നുള്ള ഒരു ടൗണിലേക്ക് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ മർത്തോമ സ്കൂളിലായിരുന്നു ഞാൻ പോയി പഠിക്കാൻ തുടങ്ങിയത്. അവിടെ പഠനത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിപ്പാൻ ഇടയായി തീർന്നു. ശരിക്കും ദൈവം എന്നെ ആ സ്കൂളിൽ ആക്കിയത് എൻ്റെ ജീവിതത്തിൽ ഒരു ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അവിടെ ഇന്ദ്രാണി എന്ന് പറയുന്ന ഒരു ബന്ധക്കോസ്ത് തമിഴ് ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ഉച്ചയ്ക്കോടുള്ള സമയത്ത്, ഉച്ച സമയങ്ങളിൽ, ബ്രേക്ക് സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചിരുത്തി പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഈ ടീച്ചറിനുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങളെ ഇരുത്തുന്ന കൂട്ടത്തിൽ അവിടെ തമിഴ് പാട്ടും ഇംഗ്ലീഷ് പാട്ടും ഒക്കെ പാടുമ്പോൾ ഞങ്ങളും ചേർന്ന് പാടും. എന്നാൽ ഇടയ്ക്ക് കളിയോടുള്ള ബന്ധത്തിൽ സ്കിപ്പായി പോകുന്ന ഒരു അവസരമൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ടീച്ചർ എന്നോട് എപ്പോഴും പറയും, രജനി, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പക്വതയുണ്ട്, പക്ഷെ ഈ പക്വത എന്താണെന്നോ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധമോ ഒന്നുമില്ല. ഒരു മർത്തോമ പള്ളിയിൽ പോകുന്നു, പാട്ടറിയാം, അല്ലെങ്കിൽ പിന്നെ അവർ പ്രാർത്ഥിക്കുന്നു എന്നല്ലാതെ ദൈവവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ 12ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു തുടക്കമായപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ വളരെ സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രതിസന്ധി നേരിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എൻ്റെ പപ്പ ബിസിനസ് ചെയ്തതെല്ലാം തകർച്ചയിലേക്ക് പോവാൻ തക്കവണ്ണം ഇടയായി. സാമ്പത്തികമായിട്ട് വളരെ നഷ്ടങ്ങൾ എൻ്റെ പപ്പയ്ക്ക് സംഭവിപ്പാൻ ഇടയായി തീർന്നു. കടം കയറുകയും കടക്കാർ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു അവസരം, അങ്ങനത്തെ അവസ്ഥയിലേക്ക് ആ ഭവനം പോവാൻ ഇടയായി. എന്നാൽ എൻ്റെ അമ്മ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ശരിക്കും ആത്മഹത്യയുടെ വക്കിൽ പോലും എത്തേണ്ടുന്ന ഒരു സാഹചര്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതൊന്നും ഞങ്ങളെ അറിയിച്ചില്ല. എന്നാൽ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ മുൻപോട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന്. ഹല്ലേലൂയ. എന്നാൽ ആ മർത്തോമ പള്ളിയിൽ പോകുന്നുവെങ്കിലും എനിക്ക് ആ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരെല്ലാവരും MBBS പോയവരുണ്ട്, നഴ്സിങ്ങിന് പഠിക്കാൻ പോയവരുണ്ട്. എന്നാൽ എനിക്ക് മാത്രം ഒന്നും ആകുന്നില്ല. എനിക്ക് വളരെ വിഷമം തോന്നി. ഞാൻ ഇനി എന്ത് ചെയ്യും? എനിക്കൊരു ടീച്ചർ ആകാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അന്ന് മർത്തോമ പള്ളി പോയപ്പോൾ അവിടെ അപ്പവും വീഞ്ഞും നൽകുന്ന ആ ശുശ്രൂഷയിൽ ഞാൻ ഒത്തിരി തകർന്ന് കർത്താവിനോട് പറഞ്ഞു, യേശുപ്പച്ചൻ എല്ലാരെയും രക്ഷിക്കുകയും വിടുവിക്കുകയും ഒക്കെ ചെയ്തല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞതാണ്, എനിക്ക് മാത്രം എന്താ മുന്നോട്ടൊരു വഴിയില്ലാത്തത്? പിന്നെ എനിക്കറിയാം എൻ്റെ പപ്പായ്ക്ക് അത് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, സാമ്പത്തികമില്ല എന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, 6 മണിക്കൂർ കഴിഞ്ഞില്ല, അതിന്റെ മുമ്പേ ഈ ഒരു ഹൃദയഭാരത്തോടു കൂടി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, സ്തോത്രം, അത് യഥാർത്ഥമായിട്ട് എൻ്റെ മുൻപിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്ന് അതെനിക്കൊന്നും ആയില്ല. അന്ന് ദൈവമായിട്ട് നമ്മൾക്ക് അത്ര ബന്ധമൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവമാണെന്നും പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്നും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, ആ ഒരു 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത ഭവനത്തിലുള്ള ഒരു അങ്കിൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മോളെ, ഒരു BSc നഴ്സിംഗ് കോഴ്സ് ഇവിടെ ആരംഭിക്കുന്നുണ്ട്, അവർക്ക് ആൾക്കാരെ ഒത്തിരി വേണം, എന്നാൽ ആരുമില്ല, എല്ലാവരും വേറെ കോഴ്സിനൊക്കെ പോയി, അതുകൊണ്ട് മോള് സാമ്പത്തികമായിട്ട് കുറച്ചേ ആകത്തുള്ളൂ, മോള് പഠിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചു, പപ്പ എന്നെ പഠിപ്പിക്കാമോ? ഞാൻ പഠിച്ചോളാം, ഭവനത്തിന്റെ അവസ്ഥകൾ എനിക്കറിയാം. എന്നാൽ പപ്പ പറഞ്ഞു, എനിക്ക് ഈ വീട് മാത്രമേ ഉള്ളൂ, എനിക്ക് നിന്നെ പഠിപ്പിക്കാനുള്ള വേറെ സാമ്പത്തികം ഒന്നുമില്ല. അപ്പോൾ ജോലിയും പപ്പയ്ക്കില്ല, ബിസിനസ് നഷ്ടപ്പെട്ടു. എൻ്റെ ബ്രദറും പഠിച്ചു വരുന്നു, ബ്രദർ അപ്പോഴത്തേന് 11th
എൻ്റെ സിസ്റ്റർ അപ്പോഴത്തേന് നയൻത്തിലായി. അപ്പോൾ ഈ വീടിന് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ സമയത്ത് എൻ്റെ ഉള്ളിൽ ഇപ്രകാരം തോന്നി, പപ്പ എന്നെ വീട് വിറ്റ് പഠിപ്പിക്കുക, ഞാൻ ഈ വീട് പപ്പയ്ക്ക് തിരിച്ചു തരാം. പപ്പ ഒറ്റ വാക്കിൽ ഒരു ദിവസം കൊണ്ട് ആ വീട് വിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ലോകത്ത് ഒന്നും സ്വന്തമായിട്ട് ഇല്ല എന്ന് പറയത്തക്ക രീതിയിൽ ഈ ലോകത്തൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞങ്ങൾ മാറുവാൻ ഇടയായി തീർന്നു. വാടക വീട്ടിൽ ഞങ്ങൾ താമസിച്ചു. എന്നെ ഈ വീട് വിറ്റ സാമ്പത്തികം കൊണ്ട് അവിടെ ജോയിൻ ചെയ്യിപ്പിച്ചു. അങ്ങനെ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ കുഴപ്പമില്ലാതെ പോയി. പിന്നത്തേതിൽ ഈ വീടിന്റെ പൈസയൊക്കെ തീർന്നപ്പോൾ 2ാം വർഷം മുതൽ വീണ്ടും പ്രതിസന്ധികൾ വളരെ രൂക്ഷമായി. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിൽ എൻ്റെ ജീവിതം പോവാൻ തക്കവണ്ണം ഞങ്ങൾ കുടുംബമായിട്ട് പ്രതിസന്ധി അഭിമുഖീകരിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ അവിടെയും കർത്താവിന്റെ കരത്തിന്റെ പ്രവൃത്തി ഇന്ന് എനിക്ക് പറയുവാൻ സാധിക്കും. ഹല്ലേലൂയ. അന്ന് സാമ്പത്തികമില്ലാത്തത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറി. 2ാം വർഷമായപ്പോൾ അവിടെ ഒരു പ്രേയർ, ഞാൻ പഠിച്ച ശ്രീ മൂകാംബിക കോളേജ് ഓഫ് നഴ്സിംഗില് ഇന്നും അവിടുത്തെ ഡയറക്ടറോട് പോയി ചോദിച്ചാൽ അവർ പറയും BSc നഴ്സിംഗ് ഫസ്റ്റ് ബാച്ച് അവർ പ്രാർത്ഥിക്കുന്ന ബാച്ച് ആയിരുന്നു എന്ന്. ഹല്ലേലൂയ. 40 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന്, ഒരു പാസ്റ്ററിന്റെ മകളുണ്ടായിരുന്നു കെസിയ, അവൾ ഇപ്പോൾ കാനഡയിലാണ്. അവൾ ഒരു പ്രെയർ സ്റ്റാർട്ട് ചെയ്യുകയും ഞങ്ങൾ എല്ലാവരും, തമിഴരുണ്ട്, മലയാളികളുണ്ട്, ഞങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. അവളും എന്നെ ഒത്തിരി എൻകറേജ് ചെയ്തു, മോളെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്, നീ ഞങ്ങളുടെ മുൻപിൽ വചനം പ്രസംഗിക്കണം. അപ്രകാരം ബൈബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മലയാളം അറിയാത്തത് കൊണ്ട് ഇംഗ്ലീഷും തമിഴും ഒക്കെയാണ് അന്ന് വായിച്ച് അവരുടെ മുൻപിലൊക്കെ വേർഡ് ഓഫ് ഗോഡ് ഷെയർ ചെയ്തത്. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള പ്രതികൂലങ്ങൾ അപ്പോഴും രൂക്ഷമായിരുന്നത് കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, അപ്പച്ച ഈ ലോകത്തിലെ പിതാവിന് എന്നെ രക്ഷിപ്പാൻ അല്ലെങ്കിൽ എന്നെ സഹായിപ്പാൻ കഴിയത്തില്ല, സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എനിക്ക് ഇതിനൊരു മുഖാന്തരത്തെ ഒരുക്കി തരണം. അപ്രകാരം ഹോസ്റ്റൽ ഫീസ് പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ അത്ഭുതകരമായിട്ട് ആരെങ്കിലും എന്നെ കാണാൻ വരും, ഹോസ്റ്റൽ ഫീസ് എന്റെ കരങ്ങളിൽ കൊണ്ടുതരും. സ്തോത്രം. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ദൈവമുണ്ടോ എന്ന് ഹല്ലേലൂയ. നിന്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് നൂല് കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിച്ചാൽ അത് എന്റെ ദൈവമാ, ഞാൻ അതിന് അനുഭവ സാക്ഷ്യമാ. ഹല്ലേലൂയ. അപ്രകാരം 4 വർഷക്കാലം അതിശയകരമായി സ്വർഗത്തിലെ ദൈവം എന്നെ പഠിപ്പിച്ച് BSc നഴ്സിംഗ് പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരനുഭവം, എൻ്റെ ആ കാലത്തെ ഒരു അനുഭവം എനിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി അനുഭവങ്ങൾ കർത്താവ് ആ ദിവസങ്ങളിൽ എൻ്റെ മുൻപിൽ എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. എന്നാൽ അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഒരു പ്രാവശ്യം എനിക്ക് 5000 രൂപ വേണം കമ്മ്യൂണിറ്റി പോസ്റ്റിങ്ങിന് വേണ്ടി. ഏകദേശം എല്ലാവരും കൊടുത്തു തീർത്തു. എന്നാൽ അന്ന് കൊടുത്തു തീർക്കാൻ പറ്റാത്ത 3-4 പേരെ അവർ ഭവനത്തിലേക്ക് പറഞ്ഞയച്ചു. എൻ്റെ പപ്പയ്ക്കറിയാം ഞാൻ വീട്ടിൽ വന്നാൽ ഒന്നെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയാണെന്നുള്ളത് നല്ലവണ്ണം എൻ്റെ പപ്പയ്ക്കറിയാം. പപ്പ ചോദിച്ചു, മോളെ പൈസ വല്ലോ ആണോ വീട്ടിൽ വന്നത്? ഞാനപ്പോൾ ഒന്നും പറയാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. ഞാൻ മിണ്ടിയില്ല. എന്നാൽ വെള്ളിയാഴ്ച കഴിഞ്ഞു, ശനിയാഴ്ച കഴിഞ്ഞു, ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച എനിക്ക് വീണ്ടും ജോയിൻ ചെയ്യണം. കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ് തുടങ്ങുന്ന സമയമാണ്. ഞാൻ ഞായറാഴ്ച വൈകിട്ട് വീണ്ടും ദൈവസന്നിധിയിൽ അന്ന് പ്രാർത്ഥിക്കാൻ അങ്ങനൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറയത്തേ ഉള്ളൂ, അപ്പച്ച എനിക്ക് നാളെ 5000 രൂപ വേണം, എവിടെ നിന്നാണെന്ന് എനിക്കറിയത്തില്ല അപ്പച്ച, എന്നാൽ എനിക്കറിയാം ഈ ലോകത്തിലെ പപ്പയ്ക്ക് എന്നെ സഹായിക്കാൻ പറ്റത്തില്ല, എന്നാൽ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നെ സഹായിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങി. രാവിലെ 7 മണിയാവുമ്പോൾ എനിക്ക് ബസ് റെഡിയാകുന്ന ബസ്സിന്റെ ടൈമാണ്. ഒരു 6:30 കഴിഞ്ഞ് ഞാൻ ഒരുങ്ങി ഇറങ്ങാൻ സമയമായപ്പോൾ കതകിനൊരു കൊട്ട് കേട്ടു. അവിടുത്തെ ഒരു പപ്പയുടെ അറിയാവുന്ന ഒരു ആളാണ്. പറഞ്ഞു, സാറില്ലേ ചോദിച്ചു. എൻ്റെ പപ്പയെ സാർ എന്നാണ് അവിടെ എല്ലാവരും വിളിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഉണ്ട്, സാറിനോട് പറ, ഇതൊരു കുറച്ച് പൈസയാണ്, ഇത് എൻ്റെ വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല, അവിടെ എലിയൊക്കെ ഇത് ചെയ്യും, അതുകൊണ്ട് ഈ വീട്ടിൽ വെച്ചോ എന്ന് പറഞ്ഞ് പപ്പയുടെ കരത്തിൽ കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പപ്പ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിനക്ക് എത്ര രൂപയാ വേണ്ടത്? അത് തുറന്നു നോക്കിയപ്പോൾ 5000 രൂപ അടങ്ങുന്ന ഒരു പാക്കറ്റ് ആയിരുന്നു. ഹല്ലേലൂയ. നമ്മൾക്ക് എത്രയാണ് ആവശ്യം എന്നുള്ളത് നമ്മുടെ പപ്പായെക്കാട് ലോകത്തിലെ അപ്പനെക്കാട്ടിലും സ്വർഗത്തിലെ അപ്പന് നല്ലവണ്ണം അറിയാം. ഹല്ലേലൂയ. സ്തോത്രം. അപ്രകാരം BSc നഴ്സിംഗ് പഠിച്ചിറങ്ങി. എല്ലാവരും ഹല്ലേലൂയ പറയും അല്ലേ, BSc നേഴ്സ് ആണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സ്തോത്രം ആ കാലത്ത് ഭയങ്കര വിലയായിരുന്നു. എന്നാൽ എന്നെ സംബന്ധിച്ച് എൻ്റെ സ്വർഗത്തിലെ അപ്പൻ എന്നെ പഠിച്ചിറക്കിയതല്ലാതെ എനിക്ക് പറയുവാനായിട്ടൊന്നുമില്ല, പുകഴുവാനായിട്ടൊന്നുമില്ല. എനിക്ക് ജോലി ആവശ്യമായിരുന്നു, എൻ്റെ സഹോദരങ്ങളെ പഠിപ്പിക്കണം, എൻ്റെ ഭവനത്തിന്റെ കാര്യം നോക്കണം. ഞാൻ അവിടെ നിന്ന് ഹൈദരാബാദിലേക്ക് കടന്നുപോയി. അതെന്റെ ജീവിതത്തിന്റെ അടുത്തൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അപ്പോഴും മർത്തോമയിൽ തന്നെയാണ്
ഞാൻ ചർച്ചിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്കെന്തോ മർത്തോമ പള്ളിയിൽ അവിടെ നിന്ന് കഴിയുമ്പോൾ എന്തോ ഒരു ശൂന്യത എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോഴും എനിക്ക് ബെന്തക്കോസ് ആരാധനയിൽ കടന്നു പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. കൈയടിച്ച് കർത്താവിനെ ആരാധിക്കണം, ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിക്കണം, അങ്ങനെ ഒരു മനസ്സിന്റെ ആ ഒരു സന്തോഷം ഹല്ലേലൂയ എനിക്ക് ഒരിക്കലും മർത്തോമ പള്ളിയിൽ പിന്നെ പോയിട്ട് ഹല്ലേലൂയ ലഭിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഹൈദരാബാദിൽ കടന്നു പോയപ്പോൾ ആദ്യം അന്വേഷിച്ചത് ഇപ്രകാരമുള്ള ചർച്ചസ് ആയിരുന്നു. ഹൈദരാബാദിൽ കടന്നുപോയ ഒരു ഇൻഡിപെൻഡന്റ് ചർച്ചിൽ ജോയിൻ ചെയ്യുവാനും അവിടുത്തെ വചനം കേൾപ്പാനും അവിടെ സ്നാനപ്പെടുവാൻ രക്ഷിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്തത് ഹൈദരാബാദിൽ വെച്ചാണ്. അതിനുശേഷം അവിടെ ഞാൻ അപ്പോളോയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ലേബർ റൂം. കാരണം ലേബർ റൂം ഇഷ്ടമാകാൻ കാരണം എൻ്റെ അമ്മ എന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 9-ാം മാസമായപ്പോൾ ഡെലിവറി പെയിൻ വന്നു. ലേബർ റൂമിൽ കൊണ്ട് കിടത്തി. അവിടെ ആദ്യത്തെ തലമുറയാവുമ്പോൾ ഏകദേശം ഒത്തിരി സമയം ഡെലിവറിക്ക് വേണ്ടി ആകും. അതുകൊണ്ട് അവിടെ കിടത്തി. എന്നാൽ പെട്ടെന്ന് ഡെലിവറി ആയി. സ്റ്റാഫും ഇല്ല, ഡോക്ടേഴ്സും ഇല്ല. സ്തോത്രം. ഞാൻ ആ ഒരു ഡെലിവറി ടേബിളിൽ നിന്ന് അവിടെ ഒരു ദോരമുണ്ട്, വേസ്റ്റ് ഒക്കെ കളയാനുള്ള, ആ ദോരത്തിന്റെ അവിടെ തട്ടി നിൽക്കുമായിരുന്നു. പെട്ടെന്ന് അമ്മ നിലവിളിച്ചു. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. ആരും അടുത്തില്ല. എന്നാൽ ഈ ശബ്ദം കേട്ട് ഒരു സ്റ്റാഫ് ഒരു അവിടെ ജോലി ചെയ്യുന്ന ഒരു ആള് കടന്നു പോയപ്പോൾ അവർ പെട്ടെന്ന് ഈ ശബ്ദം കേട്ട് വന്ന് നോക്കിയപ്പോൾ വീഴാൻ ആ ഒരു കുഴിയുടെ അടുത്ത് പോയി തട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ അവർ കണ്ടു. പെട്ടെന്ന് സ്റ്റാഫിനെ പോയി വിളിച്ച് അങ്ങനെ അപ്പം അന്ന് മുതൽ എന്നോട് അമ്മ, ഞാൻ നേഴ്സിംഗ് ജോയിൻ ചെയ്തപ്പോൾ തൊട്ട് അമ്മ എൻ്റെ അടുത്ത് പറയും, മോളെ നീ ജോലി ചെയ്യുമ്പോൾ, ലേബർ റൂമിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ ഒത്തിരി ശ്രദ്ധിച്ച് വേണം നിൽക്കാൻ. കാരണം അവിടെ അടുത്തൊരു ജനറേഷൻ അല്ലെങ്കിൽ അടുത്തൊരു ജീവനെ നൽകുന്നതാണ് അവിടെ എന്ന് ഇതെന്റെ മനസ്സിൽ എപ്പോഴും കിടക്കും. ഇന്നും അത് ഹല്ലേലൂയ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ അമ്മ പറയുന്നത്. എന്നിട്ട് അപ്രകാരം എനിക്ക് ലേബർ റൂം ഭയങ്കര ഇഷ്ടമായിരുന്നു. നിയോനേറ്റൽ ICU, കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നാൽ അപ്പോളോ ഹോസ്പിറ്റലിൽ എനിക്ക് ലഭിച്ചത് മേൽവാടാ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി വീക്കും തിന്നുമായിരുന്നു. 39 കിലോ ഉണ്ടായിരുന്നുള്ളൂ 4 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങിയപ്പോൾ. മേൽവാർഡിൽ അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ മേൽവാർഡിൽ അവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര വണ്ണമാ, കാലിനൊക്കെ ഭയങ്കര വണ്ണം. നമുക്ക് ആ പേഷ്യൻസിനെ ഒന്നും തിരിച്ചിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ ഒരു ദിവസം പോയി ഒന്ന് ജോലി ചെയ്തപ്പോഴത്തേന് എനിക്ക് ഭയങ്കര നടുവിന് വേദനയായി. ഞാൻ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പച്ച, എനിക്ക് ജോലി വേണം, പക്ഷെ എനിക്ക് ഈ പേഷ്യൻസിനെ ഒന്നും തിരിച്ചിടാൻ പറ്റത്തില്ല. എനിക്ക് ലേബർ റൂമിൽ ഒരു ചാൻസ് തരുവാണെങ്കിൽ ഞാൻ അവിടെ ജോലി ചെയ്തോളാം അപ്പാ. അപ്പൊ ഇത് കേട്ട് എൻ്റെ കൂട്ടുകാരൊക്കെ പറയും, പിന്നെ നീ പ്രാർത്ഥിച്ചാൽ ഉടനെ നിനക്ക് ലേബർ റൂമിലോട്ട് മാറ്റം തരുവല്ലേ, ജോലി കിട്ടിയില്ലേ മോളെ, അങ്ങനെ നീ അങ്ങ് പിന്നെ സമാധാനിക്കുന്നൊക്കെ. എന്നാൽ എനിക്കത് പറ്റത്തില്ല. കാരണം എൻ്റെ അവസ്ഥ എനിക്കറിയായിരുന്നു. കുറച്ചുകൂടെ അങ്ങ് കഴിഞ്ഞു പോയാൽ എനിക്ക് നടുവിന് ഭയങ്കര പ്രശ്നം വരും. ഞാൻ എൻ്റെ അവസ്ഥ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പച്ച എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ ഞാനത് വിശ്വസിച്ച് എൻ്റെ കർത്താവ് ഇതിന്മേൽ ഒരു പ്രവൃത്തി ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ എന്നെ നടത്തിയ അപ്പൻ ഹല്ലേലൂയ ഇതിനൊരു സ്തോത്രം പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിച്ചു. അപ്രകാരം അടുത്ത ദിവസം കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. അന്ന് രാത്രിയും വന്നിരുന്ന് ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് ഭയങ്കര നടുവേദനയപ്പാ, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ അവസ്ഥ എൻ്റെ അപ്പൻ അറിയത്തില്ലേ. എന്നാൽ പിറ്റേ ദിവസം രാവിലെ കടന്നുപോയി. ഒന്നും സംഭവിച്ചില്ല. എന്നാൽ ജോലിക്ക് ജോയിൻ ചെയ്യാൻ കയറുന്ന ആ മേൽവാർഡിലോട്ട് കയറാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് പുറകിൽ നിന്നൊരു വിളി കേട്ടു. അവിടുത്തെ മേട്രനാണ്. മേട്രൻ പറഞ്ഞു, രജനി തോമസ്, നിന്നെ എനിക്ക് വേറൊരു വാർഡിൽ അത്യാവശ്യമായിട്ട് വേണം. ഞാനപ്പം വിശ്വസിച്ചു, അതെ, കർത്താവിന്റെ പ്രവൃത്തിയായത്. അവര് വാർഡിന്റെ പേരൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എൻ്റെ അപ്പൻ പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ളത്. ആ മേട്രൻ എന്നെ കൊണ്ടുപോയി ആക്കിയത് ലേബർ റൂമിലാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്നലെ രാത്രി ഞാൻ നിലവിളിച്ച് കരഞ്ഞത് കേട്ട ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ ലേബർ റൂമില് അതെന്റെ ജീവിതത്തിന്റെ അടുത്തൊരു വഴിതിരിവായിട്ട് മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. നമ്മളെ ഒരു സ്ഥലത്താക്കി വെച്ചിട്ട് കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഓരോ സ്ഥാനത്താക്കി വെച്ചിരിക്കുന്നതിന് കർത്താവിനൊരു സ്തോത്രം പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആ ലേബർ റൂമില് ഇൻചാർജ് സുലത എന്ന് പറഞ്ഞ ഒരു സിസ്റ്റർ ആയിരുന്നു. താൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിസ്റ്ററാണ്. എന്നാൽ ഈ സുലത സിസ്റ്ററിന്റെ കസിൻ താൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവിടെ കർത്താവിന്റെ വേലോടുള്ള ബന്ധത്തില് നാടിന്റെ പ്രദേശത്ത് അവര് ആയിരിക്കുന്നു. അവർക്കൊരു ഓപ്പറേഷന് വേണ്ടി ഹൈദരാബാദ് അപ്പോളോയിൽ അഡ്മിറ്റ് ആകാൻ വേണ്ടി കടന്നു വന്നു. അപ്പോൾ ഈ സുലത സിസ്റ്റർ എന്റെ അടുത്ത് പറഞ്ഞു, രജനി വേണം ആ സിസ്റ്ററിനെ, ഗീത എന്നാണ് ആ സിസ്റ്ററിന്റെ പേര്, ഗീതയെ നോക്കാൻ. അപ്രകാരം ഞാൻ പോയി ഗീത ചേച്ചിയാണ് ഞാൻ വിളിക്കുന്നത്. ഗീത ചേച്ചിയെ നോക്കി. ഗീത ചേച്ചി പറഞ്ഞു, മോളെ,
മോടെ പേരെന്തുവാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതേപോലെയാണ്, എൻ്റെ പേര് രജനി എന്നാണ്, എനിക്ക് ഇപ്രകാരമുള്ള വിശ്വാസം, ഞാൻ സ്നാനപ്പെട്ടതാണ്, ഇപ്രകാരം എനിക്ക് ആരാധിക്കാനാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുമായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ ചേച്ചിയുടെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന്റെ കൂടെ ഇവിടെ അവർ ഒരുമിച്ച് ഒരു കമ്പനിയിലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്, എന്നെ ലേബർ റൂം അയച്ചതിന് കർത്താവിന് ഒരു പക്വതയുണ്ട്. ഈ ഗീത ചേച്ചി എൻ്റെ പപ്പയുടെ നമ്പർ ഈ സുലത ചേച്ചിയുടെ ഈ ഇൻചാർജ് ലേബർ റൂമിലെ ഇൻചാർജിന്റെ കയ്യിൽ നിന്ന് മേടിക്കുകയും വിവാഹത്തിനായുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഞാനിത് അറിയുന്നില്ല. എൻ്റെ പപ്പ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെ ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പറ്റത്തില്ല പപ്പ, എന്നെ വീട് വിറ്റാണ് പഠിപ്പിച്ചത്. അപ്പോൾ ആ വീട്ടിന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കണം, എൻ്റെ സഹോദരങ്ങളെ എനിക്ക് നോക്കണം, അതുപോലെ തന്നെ എനിക്ക് വീട് പപ്പയ്ക്ക് തിരിച്ചു മേടിക്കണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വിവാഹം. എന്നാൽ ഇതൊക്കെ കർത്താവിന്റെ പക്വതയല്ലേ നടക്കത്തുള്ളൂ. വിവാഹം വിത്തിൻ 6 മാസത്തിനുള്ളിൽ നടപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വിവാഹത്തെക്കുറിച്ച് ഒരു കാര്യം പറയുവാണെങ്കിൽ, വെറും 5000 രൂപ കൊണ്ടാണ് എൻ്റെ പപ്പ എൻ്റെ വിവാഹം നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അത് മാനുഷികമായിട്ടുള്ള ഒരു ചിന്തയില് അത് ഒരിക്കലും നടക്കത്തില്ല. കാരണം എനിക്ക് വീടില്ല. എപ്പോഴും ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരവരുടെ ഭവനത്തിൽ നിന്നാണ് വിവാഹത്തിലേക്ക് അവര് ഇറങ്ങേണ്ടതല്ലേ. എന്നാൽ സ്തോത്രം, എനിക്ക് ഭവനമില്ല, സാമ്പത്തികമില്ലാത്തൊരവസ്ഥയില് എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ വിവാഹം അതിമനോഹരമായി ചെയ്തെടുത്തു. 5000 രൂപ മാത്രം കയ്യിൽ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്നാണ് എൻ്റെ വിവാഹം നടത്തിയത്. കാരണം എൻ്റെ ഭവനം തമിഴ്നാട്ടിൽ, ഭവനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താമസിക്കുന്ന വാടക വീട് തമിഴ്നാട്ടിലായിരുന്നല്ലോ. അപ്രകാരം വിവാഹം നടന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബത്തിലേക്കാണ് കർത്താവ് എന്നെ എത്തിച്ചത്. നമുക്കറിയാം, ഇടയാറമുള എന്ന് പറഞ്ഞാൽ സാധു കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ ദേശമാണ്. ആ മർത്തോമ പള്ളിയിൽ, മർത്തോമ പള്ളിയിൽ നിന്ന് ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ്. യുവജന സഖ്യത്തിനും അവിടുത്തെ സൺഡേ സ്കൂളിലും ഒക്കെ ടീച്ചറായിട്ടും യുവജന സഖ്യത്തിന് മുൻനിരയിൽ നിന്ന വ്യക്തിയെ ദൈവം തൊട്ടു. ഒത്തിരി കർത്താവിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇന്ന് ഞങ്ങളായിരിക്കുന്ന ബദേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിന്റെ പാസ്റ്ററായിട്ട് താൻ ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. ഹാലേലിയ. അത്രത്തോളം കർത്താവിന്റെ പക്വതയ്ക്കായിട്ട് ഞങ്ങളെ കൂട്ടിച്ചേർത്തതാണ്. ഹാലേലിയ. കർത്താവിന്റെ പ്രവൃത്തികളൊന്നും സ്തോത്രം ഹാലേലിയ അത് മാനുഷികമായിട്ടുള്ള ഒരു കാര്യവും നടക്കത്തില്ല. എന്നാൽ കർത്താവ് 2 വ്യക്തികളെ കണ്ടു, അവരെ ഒരുമിച്ചാക്കി ദൈവ പക്വതയ്ക്കായി. ഹാലേലിയ. അതിനുശേഷം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. തീർച്ചയായിട്ടും കുവൈറ്റിൽ ഹസ്ബൻഡ് ആയിരിക്കുമ്പോൾ കുവൈറ്റിൽ കടന്നു വരണമെന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. ഞാൻ എക്സാംസ് ഒക്കെ എഴുതാൻ തുടങ്ങി. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിന്റെ ഒരു എക്സാം എഴുതി അവിടെ പാസ്സായി നിൽക്കുകയാണ്. എന്നാൽ 2 വർഷമായിട്ട് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. എൻ്റെ കാര്യം മാത്രം നടക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ ലീവും 2 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും ലീവുണ്ട്. ഹസ്ബൻഡിന് ലീവിന് നാട്ടിൽ വരണം. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് എൻ്റെ വിശ്വാസം വളരെ വർദ്ധിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. കർത്താവ് ഒത്തിരിയും അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ അപ്പോളോടെ പ്രദേശത്ത് ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഇടയായി. അതേപോലെ എൻ്റെ ഭവനത്തിലും ഉള്ളറകളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ എൻ്റെ പപ്പയോ മമ്മിയോ വിശ്വാസത്തിൽ കടന്നു വരാൻ അവരൊട്ടും ആഗ്രഹിച്ചില്ല. അവർ പറഞ്ഞു, മോള് വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ മോള് നിന്നോ, ഞങ്ങളെ പ്രതീക്ഷിക്കരുത്, ഞങ്ങളുടെ വല്യപ്പച്ചമാരും വല്യമ്മച്ചിമാരും മരിച്ചെടുത്തേ ഞങ്ങൾ പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വളരെ ശക്തമായിട്ട് അവർ മർത്തോമയിൽ തന്നെ നിന്നു. എന്നാൽ ദൈവപ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് പറഞ്ഞല്ലോ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന്. ഇത് വിവാഹത്തിന് മുമ്പേ നടന്നൊരു ദൈവപ്രവൃത്തിയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഇപ്പോൾ എന്നെ അത് ഓർപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഞങ്ങൾക്ക് സ്വന്തം വീട്ടിൽ ആ വീട് വിറ്റ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നാൽ പപ്പായും മമ്മിയും എൻ്റെ പഠനത്തോടുള്ള ബന്ധത്തിലും എൻ്റെ സഹോദരങ്ങളുടെ പഠനത്തോടുള്ള ബന്ധത്തിലും സാമ്പത്തികം വളരെ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുത്ത ആ രാത്രി, ഹല്ലേലൂയ, അവര് വിഷം വാങ്ങിക്കാനൊക്കെ പദ്ധതിയിട്ട് എന്തുവായാലും കുഞ്ഞുങ്ങളെ പോയി കണ്ടിട്ട് നാളെ നമുക്ക് ജീവൻ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ആ രാത്രി എൻ്റെ പപ്പായുടെ ഒരു ഫ്രണ്ടിന്റെ ഭവനത്തിൽ ഒരു കള്ളൻ കയറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ കള്ളൻ കയറി അവിടുത്തെ സാമ്പത്തികം മുഴുവനും മോഷ്ടിച്ചു. എന്നാൽ ആ ഫ്രണ്ട്
ഇത് പെട്ടെന്ന് ഈ കള്ളന്റെ ഈ ചലനം അറിയുകയും എഴുന്നേറ്റ് ആ കള്ളനെ പിടിപ്പാനൊക്കെ ശ്രമിച്ചു. പിന്നത്തേതിൽ ആ ഫ്രണ്ടിന്റെ മനസ്സിൽ തോന്നി ഒരു ഗൺ അല്ലെങ്കിൽ ഒരു തോക്ക് തനിക്ക് സുരക്ഷിതമായിട്ട് വെക്കണം. കാരണം അവരൊരു ഷെട്ടിമാരാണ്, ഒത്തിരി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ആൾക്കാര്. അപ്പോൾ എന്റെ പപ്പായ്ക്ക് ഈ ഫോറസ്റ്റുകാരുമായിട്ട് അവിടുത്തെ പോലീസുകാരുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് എന്റെ പപ്പായെ പിറ്റേ ദിവസം രാവിലെ കോണ്ടാക്ട് ചെയ്യുവാൻ ഞങ്ങളുടെ വീട്ടില് ഈ പപ്പായുടെ ഈ ഫ്രണ്ട് വന്നു. ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പപ്പ വർക്ക് ചെയ്ത തോട്ടം, മുൻപേ വർക്ക് ചെയ്ത തോട്ടം, ഈ ബിസിനസ് നടത്തുന്നതിന് മുമ്പ് വർക്ക് ചെയ്ത തോട്ടത്തിലെ കംപ്ലീറ്റ് സാമ്പത്തിക കാര്യങ്ങൾ നോക്കുന്ന ആള്, അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നു. കാര്യങ്ങളൊക്കെ തിരക്കിയപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ജോലി ഇല്ല എന്നുള്ള ഒരു കാര്യം മനസ്സിലായി. അപ്പം ചോദിച്ചു, യോ രാജു, എൻ്റെ പപ്പയുടെ പേര് രാജു എന്നാണ്, രാജുവിന് ജോലി ഇല്ലാതെ നിൽക്കുവാണോ? ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ടല്ലോ, എന്നോട് ഒരു വാക്ക് പറയരുതോ എന്ന്. ഹല്ലേലൂയ. ഇതിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി എന്തെന്ന് വെച്ചാല് അന്ന് വൈകിട്ട് തന്നെ പപ്പായ്ക്ക് ജോലി ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു, പ്രിയമുള്ളവരെ. അപ്പോൾ ഹല്ലേലൂയ, അന്ന് വൈകിട്ട് മരിക്കാനിരുന്ന എന്റെ പപ്പയ്ക്ക്, ഹല്ലേലൂയ സ്തോത്രം, ആ ജോലി ലഭിച്ചപ്പോൾ അവരുടെ ആ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. സ്തോത്രം, ഹല്ലേലൂയ. അപ്രകാരം ജോലി, ആ ഭവനം വിട്ടുകൊണ്ട് ഒരു തോട്ടമാണത്. ഇന്നും പപ്പ ഈ 79ാമത്തെ വയസ്സിൽ, ഹല്ലേലൂയ, 78 കഴിഞ്ഞു, പപ്പ ആ തോട്ടത്തിൽ തന്നെയാണ് പപ്പ ജോലി ചെയ്യുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. മരിക്കാനിരുന്ന ആ സമയത്ത് അന്ന് വൈകിട്ട് തന്നെ ജോലിയിൽ പ്രവേശിപ്പാൻ ഇന്നും ആരോഗ്യത്തോടുകൂടി കർത്താവ് എന്റെ പപ്പയെ ജോലിക്ക് വേണ്ടി ജോലിക്ക് അയക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്രകാരം ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിനുശേഷം, വിവാഹത്തിന് ശേഷം ഇവിടെ കടന്നു വരുന്നത് 2 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഈ ഹോസ്പിറ്റലിൽ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നാൽ ഹസ്ബൻഡിന്റെ ലീവ് ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് ലീവ് സാങ്ഷനായി, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല, നാട്ടിൽ നിന്ന് എനിക്ക് കയറി വരുവാനും കുവൈറ്റിലോട്ട് കയറി വരുവാനും വിസ റെഡി ആയിട്ടില്ല. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ, എനിക്ക് ഭയങ്കര ഉറപ്പായിരുന്നു. എൻ്റെ നാവിൽ നിന്ന് ഒരു വാക്ക് പുറപ്പെട്ടാൽ കർത്താവ് അത് ചെയ്തെടുക്കുമെന്നുള്ള ഒരു ഉറപ്പ്. അപ്പൊ ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, ബിജു എന്നാണ് എൻ്റെ ഹസ്ബൻഡിന്റെ പേര്, ബീച്ചാൻ കയറി വന്നേരെ, ഞാൻ ബീച്ചാനെ റിസീവ് ചെയ്യാൻ കുവൈറ്റിൽ കാണും. ഹല്ലേലൂയ, ആമേൻ സ്തോത്രം. എന്നാൽ എൻ്റെ ഹസ്ബൻഡിന് നല്ല ഉറപ്പായിരുന്നു. കാരണം കുവൈറ്റിലെ ഈ 2 വർഷം വെയിറ്റ് ചെയ്തിരുന്ന വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേരില്ല, അവരത് മായ്ച്ചു. ഇത് ഹസ്ബൻഡിന് അറിയാം. അപ്പോൾ ഈ വാക്ക് നടക്കത്തില്ലെന്നുള്ളത് ഹസ്ബൻഡിന് അറിയാം. പക്ഷെ വിശ്വാസത്തോടുകൂടി ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, കുവൈറ്റിൽ ബീച്ചാനെ റിസീവ് ചെയ്യാൻ ഞാൻ കാണുമെന്നുള്ളത്. അപ്പോൾ 1.5 മാസം കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടണം. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എനിവേ ഈ 2 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്തത് നടന്നില്ലെങ്കിലും നമുക്ക് MOHൽ കയറണമല്ലോ, അതുകൊണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് എല്ലാം അറ്റസ്റ്റ് ചെയ്യാം, ബാ നമുക്ക് ഡൽഹി പോവാന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി. ഈ കൊടുത്തിരുന്ന ഏജൻസിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചപ്പോൾ അവർ ഞങ്ങളെ വഴക്ക് പറഞ്ഞു, നിങ്ങൾ എന്തോ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കയറി പോകാന്നാണോ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു ഒത്തിരി വഴക്ക് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, എന്തായാലും ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു, അറ്റസ്റ്റ് ചെയ്തു. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഓട്ടോയിൽ നിന്ന് വെളിയിലിറങ്ങി, ഒരു കാല് ഓട്ടോയിലും ഒരു കാല് വെളിയിലും നിന്നപ്പോൾ എൻ്റെ അമ്മ, എൻ്റെ ഹസ്ബൻഡിന്റെ അമ്മ, എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, മോനെ, ഈ ഏജൻസി, ഡൽഹിയിലെ ഏജൻസിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അവൾക്ക് 23-ാം തീയതി ഫ്ലൈറ്റാ, 19-ാം തീയതി ഞങ്ങളുടെ വീട്ടിൽ ഇടയാറമുളയിൽ ഇറങ്ങിയില്ല. എൻ്റെ ഹസ്ബൻഡ് ഓട്ടോയിൽ തന്നെ ഇരിക്കുക, എൻ്റെ കാല് മാത്രമേ താഴെ വച്ചുള്ളൂ. ഹല്ലേലൂയ. ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് ഫോൺ കോൾ വന്നു, 23-ാം തീയതി പ്രഭാതത്തിൽ രാവിലെ, ഹല്ലേലൂയ, അവൾക്ക് ഫ്ലൈറ്റ് ആണെന്നുള്ളത്. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയില്ല. സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തു. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് എത്ര മുൻപെയാണ് നമ്മൾക്ക് വേണ്ടി കരുതുന്നത്. ഈ താഴെ വെച്ച കാലെടുത്ത് ഓട്ടോയിൽ വെച്ച് എനിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മേടിച്ച് 23-ാം തീയതി അസാധ്യങ്ങളുടെ നടുവിൽ ഒരിക്കലും നടക്കത്തില്ല എന്ന്, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ശത്രു ഒരിക്കലും എന്നെ കുവൈറ്റിൽ കാല് കുത്തത്തില്ല എന്ന് ശത്രു വാദിച്ചു നിന്ന സ്ഥാനത്ത് 2005 ഡിസംബർ മാസം 24-ാം തീയതി കുവൈറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിൽ എനിക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എൻ്റെ ഹസ്ബൻഡ് അപ്പോഴും നാട്ടില.
ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അത് ആ മാസം തന്നെ 2005 31 തീയതി, ഡിസംബർ മാസം 31 ഹസ്ബൻഡ് നാട്ടിൽ നിന്ന് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ എൻ്റെ നാവിൽ നിന്ന് വിശ്വാസത്തോടെ പറഞ്ഞ ആ വാക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ കുവൈറ്റ് എയർപോർട്ടിൽ റിസീവ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. 1.5 മാസം ഒന്നും എൻ്റെ കർത്താവിന് വേണ്ട. നാം വിശ്വാസത്തോടെ ഒരു വാക്ക് പറഞ്ഞാൽ ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ നിവൃത്തി പദത്തിലേക്ക് വരും. അപ്രകാരം ഞാൻ ഇവിടെ കടന്നു വന്നു. ഞാൻ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിന്റെ സ്ഥാപകരായ പാസ്റ്റർ ഫിലിപ്പ് ദേവസ്യ ആൻഡ് സിസ്റ്റർ റേച്ചൽ സ്തോത്രം, സിസ്റ്റർ റേച്ചൽ ആന്റിയിൽ കൂടെയാണ് ഒരു ലുദിയയുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട് അല്ലെങ്കിൽ സുവിശേഷ വേലയ്ക്കായിട്ട് ഒരു വാതിൽ തുറന്നതുപോലെ സിസ്റ്റർ റേച്ചലിന്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട് ഒരു സഭ ആരംഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് ആരാധിപ്പാനും ആത്മാവിൽ ദൈവത്തിൽ വളരുവാനും തക്കവണ്ണം ദൈവിക പദ്ധതിക്കായിട്ട് ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാനും ഒക്കെയും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. സ്തോത്രം. ആദ്യം 3 പേര് മാത്രം അടങ്ങുന്ന ഒരു സഭയായിരുന്നു അത്. എന്നാൽ നാളുകൾക്ക് ശേഷം അതിന്റെ ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ വർദ്ധിക്കുകയും സ്തോത്രം ഇവിടെ ഞങ്ങൾക്ക് 100-ലധികം ആൾക്കാർ ഒരുമിച്ച് കൂടി വരുന്ന ഒരു ബഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചും ഇവിടെയും നാട്ടിലുമൊക്കെ അത് ഹല്ലേലൂയ വളരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, കുവൈറ്റിൽ കടന്നു വന്ന് എനിക്ക് മലയാളം അറിയത്തില്ല. ആന്റി പ്രാർത്ഥിക്കുന്നത് മലയാളത്തില. എനിക്ക് പ്രാർത്ഥന അറിയത്തില്ല, ബൈബിൾ വായിക്കാൻ അറിയത്തില്ല. എന്നാൽ ഏലിയാവിനോട് കൈക്ക് വെള്ളം ഒഴിച്ച എലീശ എന്ന് വചനത്തിൽ പറയുന്നത് പോലെ ആന്റി എല്ലായിടത്തും എന്നെ കൊണ്ടുപോകും. പ്രാർത്ഥിക്കാനും പാട്ടുപാടുവാനും എല്ലാ കാര്യത്തിലും ബൈബിൾ പറഞ്ഞു തരുവാനും ഇങ്ങനെയാണ് വിശ്വാസത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് വചനം നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തി പദത്തിലേക്ക് വരുന്നതൊക്കെ പറഞ്ഞു തരുവാനും ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ വളരെ നല്ലൊരു പങ്ക് സ്തോത്രം എൻ്റെ ആത്മീയ മാതാപിതാക്കൾക്ക് ഞാൻ ഈ സമയം നന്ദിയോടുകൂടി ഞാൻ അവരെ ഓർക്കുന്നു. സ്തോത്രം. അവരിപ്പോൾ US പ്രദേശത്ത് തന്റെ മകനോടൊപ്പം ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വന്നത്, എനിക്കിവിടെ കടന്നു വരാൻ സാധിക്കത്തില്ലെന്നുള്ളത് എൻ്റെ ഹസ്ബൻഡ് നല്ലവണ്ണം അറിയാം എന്ന് ഞാൻ പറയാൻ കാരണം എൻ്റെ ഹസ്ബൻഡിനോട് ആ ഏജൻസിക്കാർ പറഞ്ഞു, ആ ഒരാളുടെ അണ്ടറിൽ 4 പേര് മാത്രമേ കയറി വരുവാൻ സാധിക്കത്തുള്ളൂ. ഈ അച്ചായന്റെ 3 പേരും അവരുടെ കുടുംബത്തിലുള്ളവരാണ്. അവരെ ഒരിക്കലും 4 പേരിൽ 3 പേർക്ക് മാത്രമേ ഇവിടെ ചാൻസ് ലഭിക്കത്തുള്ളൂ. അപ്പം അതിൽ മാറ്റാൻ പറ്റുന്നത് എൻ്റെ പേര് മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ പേര് ആ ഒരു 4 പേരിൽ നിന്ന് എൻ്റെ പേര് ഓൾറെഡി മാറ്റിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ ഈ ബയോഡേറ്റ വന്നെന്നും എങ്ങനെ ഈ പേര് വന്നെന്നും ഇന്നും ആ അച്ചായൻ അറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അത് കർത്താവാണ് സ്തോത്രം ഒരുവളെ കണ്ടിട്ടുണ്ടെങ്കിൽ സ്തോത്രം പേരില്ലെങ്കിലും സ്തോത്രം കൂട്ടത്തിലില്ലെങ്കിലും കർത്താവ് സ്തോത്രം ഹല്ലേലൂയ അത് പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരും. നമുക്കറിയാം മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം വംശാവലിയിൽ ഹല്ലേലൂയ ഇടം നേടാൻ പറ്റാത്ത ഒരിക്കലും ഹല്ലേലൂയ സ്തോത്രം അതിൽ ഇടം നേടുകയില്ല എന്നും മാറ്റിവിട്ട സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം സ്ത്രീകൾ അതിലേക്ക് ഇടം നേടി അടുത്ത ജനറേഷനിലേക്ക് സ്തോത്രം ദൈവം ഹല്ലേലൂയ സ്തോത്രം അവരിൽ കൂടി പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത് പോലെ ഒരിക്കലും കയറി വരികയില്ല എന്ന് വിധി എഴുതിയ സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം കുവൈറ്റിൽ എന്നെ ആക്കിയെങ്കിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടിയായിരുന്നു. ഇവിടെ കടന്നു വന്നു. 2006 തലമുറയോടുള്ള ബന്ധത്തിൽ എനിക്ക് വാഗ്ദത്തം ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നാൽ സ്തോത്രം ഹല്ലേലൂയ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ യോഹന്നാൻ സ്നാപകനോടുള്ള ബന്ധത്തില് സക്രിയാവിനോട് പറഞ്ഞ കാര്യമാണ് എന്നോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത്. നിന്റെ ഭാര്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യോഹന്നാൻ എന്ന് പേർ വിളിക്കണം, അവൻ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് പൂർണ്ണനാകും, ഏലിയാവിന്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് യോഹന്നാൻ ജോൺ എന്നുള്ള ഒരു പേരും നൽകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. 2 വർഷമായി 3 വർഷമായി. എന്നാൽ എനിക്ക് തലമുറ ഇല്ലായിരുന്നു. എന്നാൽ ദൈവം പല ദർശനത്തിൽ കൂടി എനിക്ക് തലമുറകൾ നൽകും എന്ന ഉള്ള ദർശനം എനിക്ക് നൽകുവാൻ തക്കവണ്ണം ഇടയായി. ഒരു പ്രാവശ്യം ഞാൻ കാണുകയാണ്, എൻ്റെ വശത്ത് എൻ്റെ മകൻ, മൂത്ത മകൻ, രണ്ടാമത്തെ 2 ആൺമക്കൾ എൻ്റെ 2 വശത്തും നിന്നുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പാടി ദൈവത്തെ ആരാധിക്കുന്നത് കുഞ്ഞുങ്ങളില്ലാത്ത സമയത്ത് എന്നെ കാണിച്ച് ദർശനമായിരുന്നു. എന്നാൽ അവരുടെ കളർ ഫേസിന്റെ കളർ രണ്ടും വ്യത്യാസമാണ്. ഒരാൾ ഇച്ചിരി നല്ല വെളുപ്പും ഒരാൾ ഇച്ചിരി
കളറിച്ചി മങ്ങിയതും. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ആരാ അപ്പച്ച? ഞാൻ നിനക്ക് നൽകി തരാൻ പോകുന്ന 2 തലമുറകൾ. ഹാലേലുയ സ്തോത്രം. എന്നാൽ കുഞ്ഞുങ്ങളില്ല, സ്തോത്രം. 3 വർഷമായി 4 വർഷമായി തലമുറകളില്ല. എന്നാൽ എന്റേതായിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ഞാൻ കമ്മൽ മാറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ള തീരുമാനങ്ങൾ എനിക്കുണ്ടായിരുന്നു. എന്നാൽ സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ച് ആഭരണം മാറ്റുവാനും ദൈവസന്നിധിയിൽ ദൈവവേലയ്ക്കായിട്ട് ഏൽപ്പിക്കപ്പെടുവാനും ഒക്കെയും എന്റേതായിട്ടുള്ള കുറെ കുറവുകൾ വെളിപ്പെടുത്തി ദൈവം എന്നോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വാഗ്ദത്തം ഉണ്ടെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കരിക്കത്തില്ല. ഹാലേലൂയ. ആമേൻ സ്തോത്രം. വാഗ്ദത്ത തലമുറകളെ നമ്മുടെ ഉദരത്തിൽ സ്വർഗത്തിലെ ദൈവത്തിന് നൽകി തരണമെങ്കിൽ നമ്മളിലുള്ള കുറവുകൾ വെച്ചുകൊണ്ട് വാഗ്ദത്ത സന്തതികൾ നമ്മുടെ ഉദരത്തിൽ കർത്താവ് നൽകി തരത്തില്ല. അപ്പോൾ ഹല്ലേലൂയ, എന്നിലുള്ള കുറവുകൾ മാറ്റിയ ശേഷം മാത്രമാണ് വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ നിവർത്തി പദത്തിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അപ്രകാരം 6 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷം ഒരു 21 ഡേയ്സ് ഫാസ്റ്റിംഗ് പ്രയറില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം ഒരു ദർശനം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞങ്ങളുടെ ബെഥേൽ ഫെയ്ത്ത് മിനിസ്ട്രീസ് ഇന്റർനാഷണൽ ചർച്ചിലെ 7 കുടുംബങ്ങൾക്ക് മക്കളില്ലായിരുന്നു. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, 7 കുടുംബങ്ങൾക്കും ഞാൻ തലമുറകളെ നൽകുവാൻ പോകുക. ഞാൻ പെട്ടെന്ന് ഇത് ദൈവദാസനോട് പറഞ്ഞു. ദൈവദാസൻ അത് ഡിക്ലെയർ ചെയ്തു. സഭയിലുള്ള 7 കുടുംബങ്ങൾക്കും തലമുറകളെ നൽകുവാൻ പോകുക. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി. ആ 2010 മുതൽ ഓരോ ഭവനങ്ങളും വിടുവിക്കപ്പെടുവാൻ തുടങ്ങി. ഓരോരുത്തർക്കും തലമുറകളെ സ്വർഗത്തിലെ ദൈവം നൽകുവാൻ തുടങ്ങി. ആ 7 തലമുറകളും ഈ 2025 10ാം ക്ലാസ് ഹല്ലേലൂയ എല്ലാ 7 തലമുറകളും പാസ്സാകുവാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് എത്ര വിശ്വസ്തനാണ്. കർത്താവ് ഒരു കാര്യം കാണിച്ചു തന്നാൽ അത് നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും അത് അനുഗ്രഹമായി ഹല്ലേലൂയ മാറി. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ 2 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത തലമുറ സ്തോത്രം ജനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ കളർ ഇച്ചിരി കുറവാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇപ്പൊ എനിക്കറിയാവുന്ന ഒരു ആന്റി ഈ കുഞ്ഞ് ഡെലിവറി ആയി കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, രജനി മോക്ക് ഭയങ്കര വിശ്വാസമല്ലേ, ഈ കുഞ്ഞിന്റെ നിറം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? മൂത്ത മോൻ വെളുപ്പ്, അപ്പൊ 2ാമത്തെ മോൻ ഇച്ചിരി കളർ കുറവ്. അങ്ങനെയെങ്കിൽ മോൾ പ്രാർത്ഥിച്ചൂടെ, കർത്താവ് അവന്റെ കളർ മാറ്റും. ഞാൻ പറഞ്ഞു, ആന്റി ഇല്ല, കർത്താവ് എന്നെ കാണിച്ചു തന്ന ദർശനം 2 കുഞ്ഞുങ്ങളും ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളോടുകൂടി ഞാൻ കർത്താവിനെ ആരാധിക്കുന്നതാണ്. ഞാൻ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അവരപ്രകാരം തന്നെ വളരട്ടെ എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതിനുശേഷം കർത്താവ് സ്തോത്രം ഹല്ലേലൂയ ഒത്തിരിയും അത്ഭുതത്തിൽ കൂടി എന്നെ കടത്തിവിടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം ഹല്ലേലൂയ. എന്റെ പ്രഗ്നൻസി ടൈമില് ഒരു അനുഭവ സാക്ഷ്യം പറയാം. എനിക്ക് നമുക്കറിയാലോ, പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കഴിക്കാനൊക്കെ ആഹാരം പ്രത്യേകിച്ച് ഒരു ക്രേവിംഗ് ഒക്കെ കാണും. ഒരു ദിവസം എനിക്ക് അവിയൽ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, രാത്രി 10 മണിക്കാ പറയുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ അവിയൽ വേണം എന്ന്. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എനിവേ ഇപ്പൊ രാത്രി ആയില്ലേ, നാളെ ഞാൻ വെജിറ്റബിൾ വാങ്ങിച്ചിട്ട് അവിയൽ വെച്ച് തരാം. പക്ഷെ എനിക്കത് പറ്റത്തില്ലായിരുന്നു, എനിക്ക് രാത്രി തന്നെ വേണം. 12 മണിയായപ്പോ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, അപ്പച്ചാ എനിക്ക് അവിയൽ വേണം, എന്ത് ചെയ്യും? എന്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്തില്ല, എന്റെ ഹസ്ബൻഡ് നാളെ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇത്രയും നാളും ഞാൻ അനുഭവിച്ചിരുന്ന ഒരു അപ്പനുണ്ട്, എന്റെ അപ്പനോട് ഞാൻ പറയും എന്റെ ആഗ്രഹം. അത് അവിയലാണെന്ന് നമ്മൾ എല്ലാവരും കരുതും. പക്ഷേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എന്തെന്ന് വെച്ചാല്, ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ഹസ്ബൻഡിനാണ് ഫോൺ കോൾ വന്നത്. എന്നിട്ട് പറഞ്ഞു, ബിച്ച നിങ്ങൾ ഉണർന്നിരിക്കുവാണോ? ബിച്ച പറഞ്ഞു, അല്ല ഞാൻ ഉറങ്ങി, അവൾ ഉണർന്നിരിക്കുവാ എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരുവാ. അപ്പൊ ഞാൻ പറഞ്ഞു, ബിച്ച ഇത് അവിയൽ കൊണ്ട് വരുവാ. ബിച്ചാൻ പറഞ്ഞു, പിന്നെ ഈ രാത്രി പാതിരായ്ക്ക് 12 മണിക്ക് അവിയൽ കൊണ്ട് നിനക്ക് വരാന്? അതും വിളിച്ചത് ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ സഹോദരന്മാർ ഒരിക്കലും ഇങ്ങനെ അവിയൽ കൊണ്ട് വരത്തില്ലല്ലോ, മനുഷ്യമായിട്ട് ചിന്തിച്ചാൽ. എന്നാൽ 12:30 ആയപ്പോൾ അവരെത്തി. 12 മണിക്കാണ് ഞാൻ പ്രാർത്ഥിച്ചത്. 12:30 ആയപ്പോൾ അവർ വീട്ടിലെത്തി, കതവ് കൊട്ടി, ഒരു ചൂട് പാത്രം എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു. എന്നിട്ട് അത് തുറന്നു നോക്കി, അത് മുഴുവനും ചൂട് അവിയലായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. എൻ്റെ അപ്പന്റെ ഹല്ലേലൂയ സ്തോത്രം വിശ്വസ്തത. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഹല്ലേലൂയ സ്തോത്രം ഇത് ചെറിയ കാര്യമാണല്ലോ എന്ന്. എന്നാൽ ആ സമയത്ത് എന്നെ സംബന്ധിച്ച് അത് വലിയ കാര്യമായിരുന്നു. ഹല്ലേലൂയ. അരമണിക്കൂർ കൊണ്ട് ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? എൻ്റെ ഹസ്ബൻഡ് അന്തം വിട്ടുപോയി, ഇതെങ്ങനെ സംഭവിച്ചു? കാരണം രാത്രിയാണ്, ആരും അറിവ് കൊടുക്കാനോ വിളിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാ. ഹല്ലേലൂയ. അതും ആണുങ്ങളുടെ ഹോസ്റ്റലാ, ഇതൊരിക്കലും നടക്കത്തില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം അവര് പറഞ്ഞു, രാത്രി അവര് നാളത്തേക്കുള്ള അവിയൽ കുറച്ച് കൂടുതൽ വെച്ച് ഇരുന്നപ്പോൾ ഈ 2 സഹോദരങ്ങളുടെ മനസ്സിൽ എന്റെ മുഖം വന്നു. അപ്പോൾ ഒരാള് മറ്റേ ആളോട് ചോദിച്ചു, അയ്യോ രജനി സിസ്റ്റർ പ്രഗ്നന്റ് ആയിട്ടിരിക്കുവല്ലേ, നമുക്ക് ഇച്ചിരി അവിയൽ കൊടുത്താലോ എന്ന്. ഹല്ലേലൂയ. അപ്പം ആ 2ാമത്തെ ആളും പറഞ്ഞു, എന്റെ മനസ്സിൽ രജനി സിസ്റ്ററിന്റെ മുഖം വന്നു, എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് അവര് വന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിന്റെ
വിശ്വസ്തത, ഹാലേലിയ, തന്റെ മക്കൾ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ആമേൻ സ്തോത്രം, ഹാലേലിയ, ആ സമയത്ത് ആ ആഗ്രഹം എനിക്കത് വലുതായിരുന്നു. ഹാലേലിയ, നമ്മുടെ ആഗ്രഹത്തെ അറിഞ്ഞ് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. അതിനുശേഷം ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ഡ്യൂട്ടിയോടുള്ള ബന്ധത്തില് 10 വർഷക്കാലം എനിക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പൊസിഷൻസ്, കാര്യങ്ങളെല്ലാം ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവർ തരാതെ ഇരുന്നു. എന്നെ ഒന്നിലും മാറ്റി നിർത്താനുള്ള ഒരു അവസ്ഥയിലെ ഒരു എക്സലന്റ് പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഞാൻ എല്ലാ വർഷവും ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു, എല്ലാ പ്രോഗ്രാംസിനും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ ഈ 10 വർഷവും എനിക്ക് ഒരു എക്സലന്റ് പോലും ലഭിച്ചില്ല. എൻ്റെ പൊസിഷൻ ഒരു മാറ്റവുമില്ല. എന്നാൽ എന്നെ കഴിഞ്ഞു വന്നവർക്ക് പോലും തേർഡ് ഇൻചാർജ്, സെക്കൻഡ് ഇൻചാർജ് എന്നുള്ള പൊസിഷനൊക്കെ ലഭിച്ചു. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവർ പറയും, മോളെ നീ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ നിനക്കെന്താണ് പൊസിഷനൊന്നും അവർ തരാത്തത്? നീ പോയി വലിയ മേട്ടനോട്, ഡയറക്ടർ ഓഫ് നഴ്സിംഗിനോട് പറ. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സ്വർഗത്തിലെ അപ്പനാ, തക്ക സമയത്ത് ഒരുക്കിക്കോളും. ഞാൻ ആരോടും കംപ്ലൈന്റ് ചെയ്യാൻ പോയില്ല. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ, സാധാരണ എ ഗ്രേഡിലാണ് ഞാൻ 10 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവരും ആഗ്രഹിക്കും എ ഗ്രേഡിൽ 10 വർഷം വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പൊസിഷനും ഗ്രേഡും ഹെഡ് നേഴ്സിംഗ് പോസ്റ്റും എല്ലാം കൊടുക്കുന്ന സമയമാണ്. 10 വർഷം കഴിയുമ്പോൾ ഗ്രേഡ് ചേഞ്ചിങ് നടക്കും, പൊസിഷൻ ചേഞ്ചിങ് നടക്കും. ബി ഗ്രേഡിലുള്ളവർ എ ഗ്രേഡിലോട്ട് മാറും. 500 സ്റ്റാഫ് ഉള്ള ഒരു ഹോസ്പിറ്റലാണ്. എന്നാൽ എന്നെ മാത്രം, ഇന്നും അത് അല്ലെ, എന്നെ മാത്രം എ ഗ്രേഡിൽ നിന്ന് നേരെ എടുത്ത് ബി ഗ്രേഡിലിട്ടു. ഹല്ലേലൂയ സ്തോത്രം. അതത്ര സന്തോഷകരമല്ല സാധാരണ ആൾക്കാരെ സംബന്ധിച്ച്. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന് അതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ അന്നത്തെ ഇൻചാർജ് ഒക്കെ പറഞ്ഞു, മോളെ നീ പോയി പറ, ഡയറക്ടർ ഓഫ് നഴ്സിംഗിനോട് പറ. ഞാൻ പറഞ്ഞു, ഇല്ല, പറയത്തില്ല, എൻ്റെ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് സ്വർഗത്തില. അപ്രകാരം ഈ ബി ഗ്രേഡില് 117 പേഷ്യൻസ്, ഞങ്ങളുടെ പേഷ്യൻസിനെ സംബന്ധിച്ച് അവർ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള പേഷ്യന്റ്, നമ്മൾ അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം. ഹല്ലേലൂയ, അവരെ കുളിപ്പിക്കണം, അവർക്ക് ബ്രഷ് ചെയ്യിപ്പിക്കണം, അങ്ങനത്തെ ഒരു ഹോസ്പിറ്റലാണ്. സ്വന്തം മക്കളെ എപ്രകാരം നോക്കുന്നുവോ അപ്രകാരം വേണം ആ പേഷ്യൻസിനെ നോക്കാൻ. അങ്ങനെയുള്ളൊരു 117 പേഷ്യൻസ് ഉള്ള ഒരിടത്താണ് എന്നെ കൊണ്ടിട്ടത്. അതും കുവൈറ്റിയുടെ അണ്ടറിൽ. അന്ന് അവിടുത്തെ ഹെഡ് നേഴ്സ് കുവൈറ്റി ആയിരുന്നു. ഞാൻ അവിടെ സെക്കൻഡ് ഇൻചാർജ് ആയിട്ട് പോയി. എന്നാൽ ഹല്ലേലൂയ, കാലങ്ങൾ മാറി, മീൻസ് കർത്താവ് സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ കുവൈറ്റി പിന്നെ ഇൻഫെക്ഷൻ കൺട്രോളിലെ ഇൻചാർജ് ആയിട്ട് മാറിയപ്പോൾ, ഈ കുവൈറ്റി, സാധാരണ കുവൈറ്റീസിന് ഇവിടെ അവർ പറയുന്നത് ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഒക്കെ വില നൽകത്തുള്ളൂ. അവരോട് ചോദിച്ചു, ആരെ ഞാൻ ഇൻചാർജ് ആക്കണം? അപ്പം ആ കുവൈറ്റി സിസ്റ്റർ പറഞ്ഞു മേട്ടനോട്, രജനിയെ അല്ലാതെ വേറൊരാൾക്കും അവിടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് രജനിയെ ഇൻചാർജ് ആക്കണം. ഹല്ലേലൂയ സ്തോത്രം. 10 വർഷം ഹല്ലേലൂയ സ്തോത്രം ലഭിക്കാതിരുന്ന പൊസിഷൻ, 10 വർഷം ലഭിക്കാതിരുന്ന ആനുകൂല്യങ്ങള്, മീൻസ് ഒരു ദിവസം കൊണ്ട് കർത്താവ് സകലവും മാറ്റിമറിച്ച് എൻ്റെ ജീവിതത്തിൽ നൽകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. എന്നിട്ട് എനിക്ക് സമാധാനമില്ല, കാരണം എനിക്ക് ആരാധനയ്ക്ക് കടന്നു വരണം. അപ്പം സിസ്റ്റർ റേച്ചൽ എന്ന് പറഞ്ഞ എൻ്റെ ബദൽ ഫെത്ത് മിനിസ്ട്രീസിലെ ആന്റി ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ SDUവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നതാ. മീൻസ് സ്തോത്രം. ആന്റി പറയും, ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഞാൻ ജനറൽ നേഴ്സ് ആണ്, എന്നാൽ ഒറ്റ ആഗ്രഹമേ ഞാൻ ദൈവസന്നിധിയിൽ വെച്ചുള്ളൂ, എനിക്ക് എല്ലാ ദിവസവും ആരാധനയ്ക്ക് കടന്നു പോകണം, അത് മുടക്കം വരരുത്. മീൻസ് സ്തോത്രം. അതുകൊണ്ട് ജനറൽ നേഴ്സ് ആയിട്ടുള്ള എന്നെ, സാധാരണ BSc-കാരെ മാത്രമേ SDUവിൽ എടുക്കാറുള്ളൂ, എന്നാൽ ഈ ഒരു പ്രാർത്ഥനയുടെ മുൻപിൽ ജനറൽ നേഴ്സ് ആയിട്ടുള്ള എന്നെ SDU ഡിപ്പാർട്ട്മെന്റിൽ എടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പോൾ ഞാൻ വെച്ച്, ഇത് കൊള്ളാമല്ലോ, യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് റിസീവ് ചെയ്തിട്ട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ സ്തോത്രം, എനിക്കും എല്ലാ വർഷിപ്പും ഒരു ചർച്ച പോലും മുടങ്ങാതിരിക്കാനുള്ള സാഹചര്യം എനിക്ക് വേണം അപ്പ, എൻ്റെ അപ്പനെ എനിക്ക് ആരാധിക്കണം. അപ്രകാരമുള്ളൊരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ വെപ്പാൻ തക്കവണ്ണം ഇടയായി. സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു വർഷത്തിന് ശേഷം ഇൻചാർജ് ആയിരുന്ന പോസ്റ്റിൽ നിന്ന് ഈ എൻ്റെ മേട്ടനായിരുന്ന കുവൈറ്റി ആയിരുന്ന ആ ഹെഡ് നേഴ്സ് പറഞ്ഞു, എനിക്ക് രജനിയെ ഇൻഫെക്ഷൻ കൺട്രോളിൽ വേണം. ഹല്ലേലൂയ. അപ്രകാരം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിൽ, അതായത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, അവിടെ മോർണിംഗ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ഈവനിങ്ങിൽ ഒരു ചർച്ച് പോലും മുടക്കാതെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഓഫും, ഹല്ലേലൂയ, ഒരു ചർച്ചിന്റെ ഒരു ആരാധന പോലും മുടക്കാത്ത രീതിയിൽ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ എൻ്റെ ജോലി സ്ഥലത്തും ഹല്ലേലൂയ എന്നെ മാനിച്ചു. ഇന്നും ഹല്ലേലൂയ ആ ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ഡ്രസ് കോഡ് സ്തോത്രം, അവിടെയുള്ള എല്ലാ സ്റ്റാഫിനേക്കാളും എനിക്ക് വ്യത്യാസമാണ്. കാരണം ഹല്ലേലൂയ അവർക്കെല്ലാം വെള്ള ധരിക്കുമ്പോൾ എനിക്കത് പച്ചയാണ്. കർത്താവ് അവിടെയും ഹല്ലേലൂയ വ്യത്യസ്തയായിട്ട് എന്നെ നിർത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നാം നിൽക്കുമ്പോൾ നാം ഹല്ലേലൂയ പൊസിഷന്റെ പുറകെയും നാം ഹല്ലേലൂയ ഉയർച്ചയുടെ പുറകെയും ഒന്നും പോകണ്ട. ആരെ
ആരെയും കാണണ്ട. ഹാലലൂയ, കർത്താവിന്റെ സന്നിധി നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹാലലൂയ. അതിനുശേഷം ഹാലലൂയ സ്തോത്രം, കർത്താവ് എന്നോട് 2023 ഉപവാസത്തോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ രാത്രി യാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കണം. യെശയ്യാപ്രവചനം 62 അധ്യായം അതിന്റെ 8 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ, യെരൂശലേമിനെ അതിന്റെ യഥാസ്ഥാനമാക്കോളം, ഭൂമി അതിന്റെ പ്രശംസാ വിഷയമാക്കുവോളം സ്തോത്രം, അവന് സ്വസ്ഥത കൊടുക്കരുത്. നിന്നെ ഞാൻ മതിൽമേൽ നിൽക്കുന്ന കാവൽക്കാരിയാക്കിയിരിക്കുന്നു. ഹാലലിയ. അപ്പോൾ കാവൽക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് സാധാരണ കാവൽക്കാര് അവർക്ക് ഷിഫ്റ്റ് ഡ്യൂട്ടിയാണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി ഒക്കെ പകൽ സമയം രാത്രി സമയം മാറി മാറി വരും. എന്നാൽ മതിൽമേൽ നിൽക്കുന്ന കാവൽക്കാർക്ക് അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വന്തം മതിൽമേൽ നിൽക്കുന്നവരെ അറിയാതെ ഒരാൾ പോലും മതിലിന്റെ കെട്ടിനുള്ളിലുള്ള ഒരാൾ പോലും സ്വത്രം വെളിയിൽ പോകത്തില്ല. അതേപോലെ വെളിയിലുള്ള ഒരു ശത്രു പോലും മതിലിന്റെ ഉള്ളിൽ അവരറിയാതെ വരത്തില്ല. ഹാലലിയ. ആ ഒരു റെസ്പോൺസിബിലിറ്റി നീ ചെയ്തെടുക്കണം. ഞാൻ പറഞ്ഞു, എന്റെ അപ്പച്ച ഈ പാതിരായ്ക്ക്, അതും എന്നോട് പറഞ്ഞത് 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം, ഈ സമയത്തിനുള്ളിൽ നീ എഴുന്നേൽക്കണം, നീ എന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ 12 മണി നേരത്ത് ഒരു 11 മണി കഴിയുമ്പോൾ എന്റെ ഏകദേശമുള്ള എല്ലാം ക്ലോസ് ആകും. പിന്നെ ആര് വിളിച്ചാലും എനിക്ക് അത്രത്തോളം ഉറക്കത്തിന് ഞാൻ അഡിക്റ്റാ. ഹല്ലേലൂയ. അപ്പോൾ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല അപ്പച്ച, എന്നെ കൊണ്ട് ഇത് നടക്കത്തില്ല. ഞാൻ രാത്രി എഴുന്നേൽക്കും. 3 മണിയാണെങ്കിൽ ഓക്കെ, ഞാൻ കർത്താവിനോട് അങ്ങോട്ട് പറഞ്ഞു, 3 മണിയാണെങ്കിൽ ഓക്കെ. 3 തൊട്ട് 4 വരെ സാധാരണ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ആൾക്കാരോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു, ഇല്ല, 12 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം മനുഷ്യർ ഗാഢനിദ്രയിലാകുമ്പോൾ ശത്രു വന്ന് കള വിതയ്ക്കുന്നു. അതുകൊണ്ട് രാത്രിയിൽ എനിക്ക് ഹല്ലേലൂയ സ്തോത്രം, മതിൽമേൽ നിൽക്കുന്ന കാവൽക്കാരായി നിന്നെ മാറ്റുവാനുണ്ട്. ഞാൻ സമ്മതിക്കുന്നുമില്ല. എന്നാൽ എനിക്ക് ഹാലലൂയ ഉറക്കം വന്നില്ല. കർത്താവ് എന്നെ ഉറക്കിയില്ല. ഹാലലൂയ സ്തോത്രം. അവസാനം ഓഗസ്റ്റ് 15 എന്നുള്ള ഒരു ഡേറ്റ്, 2024 ഓഗസ്റ്റ് 15 എന്നുള്ള ഒരു ഡേറ്റില് കർത്താവ് പറഞ്ഞു, നീ ഒരു സൂം പ്ലാറ്റ്ഫോം മീറ്റിംഗ് ആരംഭിക്കണം, ഈ ദേശത്തുള്ള ആൾക്കാരെ കൂട്ടിവരുത്തണം, നിന്റെ ശബ്ദം ദേശങ്ങളിൽ കേൾപ്പിക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, കർത്താവെ, ഈ കുവൈറ്റിൽ ഇരുന്നു കൊണ്ട് വേറെ യാതൊരു രീതിയിലുള്ള ഒരു അവസ്ഥയും ഇല്ല വേറെ രാജ്യങ്ങളിൽ പോകാനും. കുവൈറ്റും കേരളവും, അല്ലെങ്കിൽ കേരളത്തിൽ പോയി കഴിഞ്ഞാലും തമിഴ്നാട്ടില് വേറൊരു സംസ്ഥാനത്ത് പോവാനോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോവാനോ ഒന്നും പറ്റത്തില്ല, മനുഷ്യമായിട്ട് പറ്റത്തില്ല. പിന്നെ എന്റെ ശബ്ദം എങ്ങനെയാപ്പാ രാജ്യങ്ങളിൽ അറിയിക്കുന്നത്, ദേശങ്ങളിൽ അറിയിക്കുന്നത് എന്നൊക്കെ എന്റെ സംശയമാണ്. ഞാൻ ഇങ്ങനെ കർത്താവിനോട് ചോദിക്കും, കർത്താവിനോട് സംസാരിക്കും. അപ്പം കർത്താവ്, ഇല്ല, നിന്റെ ശബ്ദം നീ ദേശങ്ങളിൽ ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണെന്ന്. പ്രിയമുള്ളവരെ, 2023 ഡിസംബർ മാസമാണ് ഇത് കർത്താവ് എന്നോട് സംസാരിച്ചെങ്കിൽ 2024 ജനുവരി മുതൽ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പല സൂം പ്ലാറ്റ്ഫോമുകളിലും സ്തോത്രം, പല അനുഭവ സാക്ഷ്യങ്ങളിലുള്ള ചാനലുകളിലും കൃപയാൽ സ്തോത്രം, ഈ വചനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് എന്നെ ഇരുത്തി. ഹാലലുയ. അതിനോടനുബന്ധിച്ച് രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിച്ച ചില സ്തോത്രം വ്യക്തി ജീവിതങ്ങൾ, സഹോദരങ്ങള് എന്നെ വിളിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ടും ഈ സൂം സ്റ്റാർട്ട് ചെയ്യാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം എല്ലാ ദിവസവും 12 മണിക്ക് എഴുന്നേൽക്കണം. എനിക്ക് മോർണിംഗ് ഡ്യൂട്ടിയാ കണ്ടിന്യൂസ്. വളരെ ചുരുക്കം മാത്രമേ നൈറ്റുള്ളൂ. ഓഫ് വെള്ളിയാഴ്ച മോർണിംഗിലാണ് ഞങ്ങളുടെ ചർച്ച്. അപ്പോൾ ഉറക്കം എങ്ങനെ കിട്ടുമെന്നുള്ള ഒരു സംശയമൊക്കെ ഞാൻ കത്തുന്നു. അപ്പച്ച, വേണോ ഇത് ആദ്യം തുടങ്ങും പിന്നെ നിർത്തേണ്ടി വരുമോ എന്നൊക്കെ. അപ്പം ഇല്ല, നീ ഓഗസ്റ്റ് 15 തന്നെ സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ ഒരു സാധ്യതയുമില്ല ഈ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ കയറണമെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് ഡിവൈസസ് കാര്യങ്ങളൊക്കെ ഓപ്പറേറ്റ്, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഒരു മൊബൈൽ തന്നെ വളരെ കഷ്ടിച്ച് വാട്സപ്പ് മാത്രമാണ് ഉപയോഗിക്കുന്നത്, എനിക്ക് ഫേസ്ബുക്കും ഇല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുന്ന എന്നോട് ഇതൊക്കെ ഓൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കർത്താവ്? എനിക്ക് ഈ ടെക്നിക്കും ഇതിന്റെ ടെക്നോളജി ഒന്നും എനിക്കറിയത്തില്ല. എന്നാൽ സ്തോത്രം, കർത്താവ് ഒരു കാര്യം പറഞ്ഞെങ്കിൽ അതിനുള്ള സാധ്യതകളും അതിനുള്ള ആൾക്കാരെയും എല്ലാം സ്വർഗത്തിലെ ദൈവം ഒരുക്കിയിട്ടാണ് പറയുന്നത്. സ്തോത്രം. ഹാലലൂയ. അപ്രകാരം ഓഗസ്റ്റ് 15 നാട്ടിൽ ഒരു അച്ഛനാണ് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ സൂം പ്ലാറ്റ്ഫോം കാര്യങ്ങളൊക്കെ ചെയ്തു തന്നുകൊണ്ടിരുന്നത്, എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്. ആ അച്ഛൻ നാട്ടിലാണ്. ആ അച്ഛൻ നാട്ടിൽ നിന്ന് കടന്നു വരാൻ യാതൊരു സാധ്യതയും ഇല്ല. എന്നാൽ കടന്നു വന്നെന്ന് പറഞ്ഞാലും 13-ാം തീയതി അച്ഛൻ നാട്ടിൽ നിന്ന് കടന്നു വരും. എന്നാൽ 15-ാം തീയതി തുടങ്ങാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അതാ ചിന്തിക്കുന്നത്, ഒരാഴ്ചയും കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോട്ടെ എന്നുള്ള രീതിയാ. എന്നാൽ പ്രിയമുള്ളവരെ, 13-ാം തീയതി അച്ഛൻ കടന്നു വന്നു. എയർപോർട്ടിൽ നിന്ന് അവരുടെ ഭവനത്തിലേക്ക് കടന്നുപോയി. അവർ ഭവനത്തിൽ കാല് കുത്തിയതും ആ കംപ്ലീറ്റ് ഏകദേശം 9 നിലയുള്ള ഒരു ബിൽഡിങ്ങാ. ആ 9 നിലയിലെ ബിൽഡിങ്ങിനെ കരണ്ട് പോയി. ഒന്നും ചെയ്യാം. ഇവർക്ക് 9-ാമത്തെ നിലയിലാണ് ഇവരുടെ റൂം.
അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ആ പെട്ടി മുഴുവനും എടുത്തുകൊണ്ട് അവർ നമ്മുടെ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. 2 ദിവസം ഹല്ലേലൂയ അവർ ഇവിടെ ആയിരുന്നു. സകല സൂമിന്റെ കാര്യങ്ങളും അതിന്റെ ഡൗൺലോഡ് ചെയ്യാനും ഇതെല്ലാം 15-ാം തീയതി കഴിഞ്ഞു. 16-ാം തീയതി രാവിലെ അവരുടെ ബിൽഡിങ്ങിൽ കറണ്ട് വന്നു. അവര് പോയി. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞത് ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും കർത്താവ് അത് ചെയ്തെടുക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അപ്രകാരം എറേസ് ആൻഡ് ഷൈൻ എന്ന് പറയുന്ന ഒരു സൂം പ്ലാറ്റ്ഫോം ആരംഭിക്കുകയും രാത്രിയാമങ്ങളിൽ എല്ലാ ദിവസവും 12 മുതൽ 1 മണി വരെയും ഞങ്ങളുടെ സഹോദരങ്ങൾ പല രാജ്യത്തിൽ നിന്ന് അമേരിക്കയിൽ നിന്നുള്ളവരുണ്ട്, കാനഡയിൽ നിന്നുള്ളവരുണ്ട്, സൗദിയിൽ നിന്നുള്ളവരുണ്ട്, ദുബൈയിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്, നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്യുന്നവരുണ്ട്. കുറച്ചു പേരേ ഉള്ളൂ. കാരണം ഈ 12 മണി നേരത്ത് പ്രാർത്ഥിക്കണമെങ്കിൽ അല്പസ്വല്പം നമ്മളിൽ നിന്നൊക്കെ ഒത്തിരി ഡെഡിക്കേഷനും കാര്യങ്ങളും സ്തോത്രം വിട്ടുവീഴ്ചകളും, അല്ലെങ്കിൽ വിട്ടുവീഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റേണ്ടതായിട്ടുള്ള നമ്മുടെ ഉറക്കം നമ്മൾ ത്യജിക്കണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അപ്രകാരം സ്തോത്രം ഹല്ലേലൂയ. സഹോദരങ്ങളെ കൂട്ടുവരുത്തി പ്രാർത്ഥിപ്പാൻ കൃപയാൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടയാക്കുന്നു. ഹല്ലേലൂയ. അതിനോടനുബന്ധിച്ച് തന്നെ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആത്മീയമായിട്ടുള്ള വളർച്ചയിൽ സിസ്റ്റർ റേച്ചൽ എന്റെ ജീവിതത്തിൽ ഒത്തിരിയും ഇൻഫ്ലുവൻസ് ചെയ്തു. പാസ്റ്റർ ഫിലിപ്പ് ദേവസ്യ അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒരുമിച്ച് BTH പഠിപ്പാനും കൗൺസിലിംഗ് ചെയ്യുവാനും കർത്താവ് ഇടയാക്കി. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മലയാളം അറിയത്തില്ല എന്ന്. ബൈബിൾ വായിച്ച് സ്വർഗത്തിലെ ദൈവം എന്നെ മലയാളം പഠിപ്പിച്ചു. മലയാളം പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പാ ഞാൻ ഇതുവരെ ഒരു എക്സാം ഒന്നും മലയാളത്തിൽ എഴുതിയിട്ട്, എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്. സാധാരണ ആൾക്കാർക്ക് മലയാളം ഇഷ്ടമല്ല. എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടം. എനിക്ക് പഴയ ലിപിയാണ് കൂടുതൽ ഇഷ്ടം. ബൈബിൾ വായിച്ച് പഴയ ലിപിയാണ് എനിക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പച്ച എനിക്ക് മലയാളത്തിൽ എഴുതാൻ എന്നെ സഹായിക്കണേ. ഈ BTHും കൗൺസിലിങ്ങും ഞാൻ മലയാളത്തിൽ എക്സാം എഴുതിക്കോളാം. അപ്പം കർത്താവ് എന്നെ അത് പഠിപ്പിച്ചു. ഹല്ലേലൂയ. വലിയ ദൈവത്തിന്റെ കൃപയാല് മലയാളത്തിലാണ് ഞാൻ BTHും കൗൺസിലിങ്ങും ചെയ്ത് തീർപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചത്. ഹല്ലേലൂയ. അതിനുശേഷം ഹല്ലേലൂയ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 2025 ഹല്ലേലൂയ സ്തോത്രം ഈ മെയ് മാസത്തിന്റെ ആരംഭത്തിൽ ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം എന്നോട് ഒരു കാര്യം അറിയിച്ചു. യിരെമ്യാ പ്രവചന പുസ്തകം അതിന്റെ 9-ാം അധ്യായം അതിന്റെ 20ഉം 21ഉം വാക്യങ്ങൾ. ഹല്ലേലൂയ. ആ വാക്യങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് സ്തോത്രം വീഥികളില് തലമുറയെ കുറിച്ചുള്ള ബന്ധത്തിൽ. ഹല്ലേലൂയ. അതിന്റെ വാക്യം ഞാനൊന്ന് വായിക്കാം. യിരെമ്യാ പുസ്തകം അതിന്റെ 9-ാം അധ്യായം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ആരോമ TVയിലുള്ള കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പ്രത്യേകിച്ച് കുടുംബത്തോടുള്ള ബന്ധത്തിൽ അറിയിക്കുവാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ വചനം ഞാൻ വായിക്കുന്നത്. ഹല്ലേലൂയ. അതിന്റെ 9-ാം അധ്യായം അതിന്റെ 20, 21 വാക്യങ്ങൾ. ഹല്ലേലൂയ. ഒരു പ്രസംഗത്തിനല്ല, പിന്നെയോ ദൈവം പറഞ്ഞത് അറിയിക്കുക. എന്നാൽ സ്ത്രീകളെ യഹോവയുടെ വചനം കേൾപ്പിൻ, നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താൻ തന്റെ കൂട്ടുകാരത്തെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ അരമനകളിലേക്ക് കിളിവാതിലുകളിൽ കൂടി കയറി പ്രവേശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമീൻ. ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രാജ്യങ്ങളോടും ദേശങ്ങളോടും കുടുംബങ്ങളോടും വ്യക്തി ജീവിതങ്ങളും പ്രത്യേകിച്ച് മാതാപിതാക്കളോടും പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകി തന്ന വചനമാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഭവനങ്ങളുടെ ഉള്ളറകളിൽ വിശേഷാൽ ദൈവദാസന്മാരുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ, വിശ്വാസികളുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ അനേക തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം വർഷിപ്പ് ലീഡറായിട്ടും വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തലമുറകളെ ശത്രു ഈ കാലഘട്ടത്തിൽ വലിച്ചുകൊണ്ട് ലോകപരമായിട്ടുള്ള ജീവിത രീതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വളരെ ശക്തമായിട്ട് മാതാപിതാക്കളോട് സംസാരിപ്പാനുള്ളത്, കിളിവാതിലുകളിൽ കൂടെയാണ് മരണം ഭവനത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ഈ കിളിവാതിൽ പ്രാർത്ഥനയാലും ഉപവാസത്താലും ഹല്ലേലൂയ മാതാപിതാക്കൾ അടയ്ക്കണം. ആഴ്ചയിൽ ഒരു ദിവസം സ്പെഷ്യലി തന്റെ തലമുറകൾക്ക് വേണ്ടി എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരുടെ കുടുംബം, വിശ്വാസികളുടെ കുടുംബം ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം, അഥവാ അത് പറ്റുന്നില്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് തന്റെ തലമുറകൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് ആരോമ TVയിൽ കൂടി രാജ്യങ്ങളോട് ദൂത് വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം.
ആമേൻ. കർത്താവ് ആമേൻ സ്തോത്രം അപ്രകാരം അരുളി ചെയ്തതനുസരിച്ചാണ് ആമേൻ സ്തോത്രം ഹാലേലൂയ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കർത്താവ് പറഞ്ഞു, ഈ ശബ്ദം ഞാൻ വീണ്ടും ദേശങ്ങളിൽ കേൾപ്പിക്കും. ഹാലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ കർത്താവേ, ഞാൻ എങ്ങനെ ഇത് ദേശങ്ങളിൽ, ഞാൻ സൂം പ്ലാറ്റ്ഫോമിലൊക്കെ മെസ്സേജ് പറയുന്നുണ്ട്, വർഷിപ്പ് ചെയ്യുന്നുണ്ട്, അവിടൊക്കെ ഞാൻ ഇത് പറയാം, എന്നാൽ രാജ്യങ്ങളിൽ എങ്ങനെയാന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പോഴാണ് ആമേൻ സ്തോത്രം ഹാലേലൂയ പാസ്റ്ററുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് എനിക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നത്. കർത്താവ് എത്ര വിശ്വസ്തനാണ്. ഹാലേലൂയ സ്തോത്രം. ആമേൻ. അപ്രകാരം ഈ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ആമേൻ സ്തോത്രം കർത്താവ് അരുളി ചെയ്തത് പറയുവാൻ തക്കവണ്ണം, എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവ് ചെയ്തെടുത്തത് പറയുവാൻ തക്കവണ്ണം ആമേൻ കർത്താവ് ഇടയാക്കി തീർത്തത്. അതേപോലെ തന്നെ എന്റെ ഹോസ്പിറ്റലിനോടുള്ള ബന്ധത്തില് ആമേൻ സ്തോത്രം എനിക്ക് തലമുറകൾ ജനിച്ചപ്പോൾ ആമേൻ സ്തോത്രം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത എന്റെ ഒരു ചേച്ചി 14 വർഷത്തോളം അവർക്ക് തലമുറകളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വിടുതൽ അവർ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്തെടുത്തപ്പോൾ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 14 വർഷമായിട്ട് ആമേൻ സ്തോത്രം അവര് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക, തലമുറകളില്ല. ആമേൻ. എന്നാൽ ആ ചേച്ചി ഇച്ചിരി സ്ട്രോങ് ആണ്. ഞാൻ ഈ വിശ്വാസത്തിന്റെ കാര്യവും കർത്താവിലുള്ള വിശ്വാസവും എല്ലാം പറഞ്ഞു കൊടുത്താലും ചേച്ചി അല്പം ഒരു ബുദ്ധിമുട്ടാണ് അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ. എന്നാൽ പറഞ്ഞു, കർത്താവിന്റെ നാമത്തില് ഞാൻ പറയുവാ ചേച്ചി, ഈ വർഷം ഡിസംബർ 31 മുമ്പ് ചേച്ചി പ്രഗ്നന്റ് ആകും. ഞാൻ പ്രാർത്ഥിക്കും ലിലിയ ചേച്ചിക്ക് തലമുറകളെ നൽകുവാൻ. എന്നാൽ ചേച്ചി വിശ്വസിക്കണം, ഇത് കർത്താവാണ് നൽകി തരുന്നത്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവെ ആ ചേച്ചിക്കുള്ള വിശ്വാസത്തെ വർദ്ധിപ്പിപ്പാൻ തക്കവണ്ണം അവർക്ക് തലമുറകളെ നൽകണമേ. 14 വർഷമായി അവർ ട്രീറ്റ്മെന്റ് എടുക്കുന്നു. അവർ അമേരിക്കയിൽ പോകുന്നു, വിവിധ വലിയ രാജ്യങ്ങളിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് എടുത്തു. എന്നാൽ അതൊന്നും അമ്മേ സ്തോത്രം ശരിയായില്ല. എന്നാൽ പ്രിയമുള്ളവരെ, ഡിസംബർ തുടങ്ങി. ഈ ചേച്ചി എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, രജനി നീ പറഞ്ഞല്ലോ ഡിസംബർ ആകുമ്പോഴത്തേന് കുഞ്ഞുങ്ങളെ തലമുറയെ നൽകുമെന്ന് നീ പറഞ്ഞല്ലോ, എന്താ കർത്താവ് പ്രവർത്തിക്കാത്ത? ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ് പറഞ്ഞത്, എന്റെ കർത്താവിനോട് ഞാൻ പറഞ്ഞാൽ എനിക്ക് കർത്താവ് അത് ചെയ്തു തരും. ആമേൻ സ്തോത്രം. ഡിസംബർ 31 11:59 വരെ എന്റെ കർത്താവിന് പ്രവർത്തിപ്പാനുള്ള സമയമാണ്. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഡിസംബർ 20-25 ആയപ്പോഴത്തേന് എനിക്കൊരു ഈവനിങ് സമയത്ത് ഈ ചേച്ചി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോളെ ഞാൻ പ്രഗ്നന്റാ. ഞാൻ പറഞ്ഞു, എന്തുവാ ചേച്ചി, എന്റെ കർത്താവ് പറഞ്ഞാൽ അത് അപ്രകാരം തന്നെ സംഭവിക്കുകയില്ലേ? ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചേച്ചി വിശ്വസിക്കുക, എന്റെ കർത്താവ് അത് ചെയ്തെടുത്തു. ഹല്ലേലൂയ. അപ്രകാരം ഇന്ന് 14 വർഷമായിട്ട് തലമുറകളില്ലാത്തവർക്ക് 2 പെൺകുഞ്ഞുങ്ങളെ സ്വർഗത്തിലെ ദൈവം നൽകി കൊടുപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്രകാരം ഹല്ലേലൂയ കർത്താവിന്റെ വലിയ അത്ഭുത പ്രവൃത്തികള് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചെയ്തെടുപ്പാൻ തക്കവണ്ണം ഈ ദേശത്തായിരുന്നു കൊണ്ട് കർത്താവ് സഹായിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അനേക തലമുറകൾക്ക് വേണ്ടി അവരുടെ വിടുതലിനായി ആമേൻ സ്തോത്രം കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ട്, അവര് മർത്തോമ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിരുന്നു. എന്നാൽ അവരുടെ മൂത്ത മകൾ അവൾ ജനിച്ചപ്പോൾ സ്പൈന ബൈഫിഡ എന്നുള്ള ഒരു അസുഖം ബാക്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു. അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അത് പൊട്ടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അത് പിന്നത്തേതിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തെങ്കിലും മെഡിക്കൽ സയൻസ് പറഞ്ഞു അവൾ ഒരിക്കലും നടക്കത്തില്ല, അവൾ ജീവിച്ചിരുന്നാൽ അവൾ മന്ദബുദ്ധിയായി പോകുമെന്ന്. ഈ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് അവർ നാട്ടിൽ നിന്ന് ഈ കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, വൈഫിനെയും കൊണ്ടുവന്നു. അപ്പോൾ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾക്ക് അന്ന് ഞങ്ങൾക്ക് തലമുറയില്ലായിരുന്നു, നിങ്ങൾക്ക് തലമുറയില്ലല്ലോ, നീ ഹല്ലേലൂയ ഈ കുഞ്ഞിനെ, നിന്റെ കുഞ്ഞാണെങ്കിൽ നീ എങ്ങനെ ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കും? അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്ക്, നീ ഉപവാസത്തോടുകൂടി പ്രാർത്ഥിക്ക്. അപ്പോൾ പെട്ടെന്ന് ഞാൻ സിസ്റ്റർ റേച്ചലോട് പറഞ്ഞു, ആന്റി ഇങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, നമുക്ക് ഈ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരാഴ്ച ഞാനും എന്റെ ഹസ്ബൻഡും എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടും വൈഫും അതുപോലെ തന്നെ ആന്റി അങ്കിളും ഞങ്ങളുടെ പാസ്റ്റർ ആന്റി അങ്കിളും ഞങ്ങൾ എല്ലാവരും കൂടെ ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന ചർച്ചിലെ മെയിൻ പാസ്റ്റർ GB ജേക്കബ്, ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ ഇരിക്കുന്ന ഈ റൂമിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരു ദിവസം ആ മോക്ക് എണ്ണിക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ നേരെ കിടക്കത്തേ ഉള്ളൂ, തല ഇങ്ങനെ ചരിച്ച് നേരെ കിടക്കത്തേ ഉള്ളൂ. ഒന്നാമത്തെ ദിവസം പ്രാർത്ഥിച്ചു, പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. 2 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ആയപ്പോഴത്തേന് പയ്യെ ആമേൻ സ്തോത്രം കാല് കുഞ്ഞു മറിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. അങ്ങനെ 7-ാമത്തെ ദിവസം വെള്ളിയാഴ്ചയാണ്. ആരാധന മധ്യേ ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ ആ തലമുറ ഞങ്ങളുടെ ഇടയിൽ കൂടി ഓടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ അത് നമ്മുടെ കൺമുൻപിൽ കാണും. സകല മഹത്വവും എന്റെ അപ്പച്ചന് കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് അവള് സ്തോത്രം അവൾ മന്ദബുദ്ധിയായി പോകുമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്തോത്രം എന്റെ കുഞ്ഞിന്ന് ഹല്ലേലൂയ MBBS ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ സ്തോത്രം. തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാല്, കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരു തലമുറ പോലും നഷ്ടമായി പോകുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അപ്രകാരം തന്നെ ആമേൻ സ്തോത്രം
എനിക്കറിയാവുന്ന ഒരു സിസ്റ്റർ ഇവിടെ സിസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ സിസ്റ്ററിന്റെ തലമുറ വെളിയിൽ ഒരു രാജ്യത്ത് പഠിക്കാൻ പോയി, സേറ്റാനിക് വർഷിപ്പ് അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയി. ആ കുഞ്ഞ് മരണകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയി. ആ സിസ്റ്റർ ഓടി വന്ന് ഇവിടെ കരഞ്ഞ് നിലവിളിച്ച്, എൻ്റെ ഒറ്റ ഒരു മോനേ ഉള്ളൂ, അവൻ വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി നിന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, നമുക്കിരുന്ന് പ്രാർത്ഥിക്കാം. അപ്രകാരം ഞാനും ആ സിസ്റ്റർ മോർണിംഗ് ഡ്യൂട്ടിയാണ്, എന്നും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ ഓടി വരും. 3 മണി തൊട്ട് ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കും ഈ പൈതലിന് വേണ്ടി. ഒരു ദിവസം ഞാൻ ഈ പൈതലിനെ വിളിച്ചു. ആ പൈതൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ, തനിക്ക് സംസാരിക്കാൻ വയ്യ, നാക്ക് വെളിയിൽ ഇട്ടുകൊണ്ട് വെള്ളം ഇങ്ങനെ അല്ലെങ്കിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ ഒരിക്കലും മടക്കി വരുത്തുവാൻ കഴിയാത്ത രീതിയിൽ ഒരു വിദേശ രാജ്യത്ത് പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ആന്റിക്കൊന്ന് സംസാരിക്കണം. പുള്ളി സംസാരിച്ച് തുടങ്ങിയാൽ നാക്കകത്തിടത്തില്ല, അത്രത്തോളം 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക. ഞാൻ പറഞ്ഞു, മോനെ ആന്റി ഒന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. വീഡിയോ കോളാ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, അന്യഭാഷയിൽ അങ്ങോട്ട് ആരാധിക്കാൻ തുടങ്ങിയപ്പോഴത്തേന് അവിടെ രാജ്യങ്ങൾ മാറിയുള്ള ഒരു സ്ഥലത്താ, അവിടെ ഇത് ഇളകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ട് അതിനോട് സംസാരിച്ചു, നീ ആ പറയുന്ന ഭാഷ നിർത്ത്, ഞാൻ ഇവനെ വിട്ടുതരത്തില്ല, ഞാൻ ഇവനെ കൊല്ലും, ഇവനെ നാട്ടിലേക്ക് അയക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവം, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ, സകലത്തെയും സൃഷ്ടിച്ച എൻ്റെ ദൈവമാ, ഈ തലമുറയെ ഞാൻ ഈ ലോകത്തിന് വിട്ടുതരത്തില്ല. അവൻ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഉള്ളവനാ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, നിനക്ക് അവന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല. ആമേൻ, സ്തോത്രം. അപ്രകാരം ആമേൻ, സ്തോത്രം, ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചു. അവന്റെ വളരെ പരിതാപകരമായിരുന്നു. വളരെ ശക്തമായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഒരു ചാറ്റഡ് ഫ്ലൈറ്റില്, ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല, ഹല്ലേലൂയ, ആ ദേശത്ത് നിന്ന് ഇങ്ങോട്ട് ആ സമയത്ത് ഒരു ഫ്ലൈറ്റ് ഇല്ല. എന്നാൽ എമർജൻസി ആയിട്ട് ഒരു ചാറ്റഡ് ഫ്ലൈറ്റില് അവനെ ഡൽഹിയുടെ പ്രദേശത്തേക്ക് ആമേൻ, സ്തോത്രം, കയറ്റി അയപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി നാട്ടിൽ കടന്നു വന്ന് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു പൈതലാക്കി അവൻ മാറുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, ഒരു മാതാവിനെ പോലെ അധികാരമുള്ള, ഒരു അമ്മയെ പോലെ അധികാരമുള്ള വേറൊരു വ്യക്തി ഈ ലോകത്തില്ല. തന്റെ മക്കൾക്ക് വേണ്ടി ഒരു അമ്മ എഴുന്നേറ്റാൽ, ഒരു യോക്കോബേത്ത് എഴുന്നേറ്റു. ആ കാലഘട്ടത്തിൽ എന്റെ ഉദരത്തിൽ ഒരു തലമുറയെ സ്വർഗത്തിലെ ദൈവം നൽകി തന്നെങ്കിൽ അവനെ ഈ ലോകത്തിന്റെ നൈൽ നദിയിൽ ഒഴുക്കിക്കളയുവാൻ അല്ല, ഹല്ലേലൂയ, ഈ കാലഘട്ടത്തിന്റെ വിടുതലിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ആമേൻ അവനെ ഉപയോഗിപ്പാൻ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞവൾ ഒരു ചലഞ്ചഡ് മദറായിട്ട് അവൾ എഴുന്നേറ്റെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ചലഞ്ചഡ് മദേഴ്സ് എഴുന്നേൽക്കണം. തന്റെ തലമുറകളെ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള പൈശാചിക മണ്ഡലങ്ങൾക്ക് വിട്ടുകൊടുക്കേയില്ല എന്നുള്ള തീരുമാനത്തിൽ ഈ ദിവസങ്ങളിൽ ചലഞ്ചഡ് മദേഴ്സ് രാജ്യങ്ങളിൽ, ദേശങ്ങളുടെ നടുവില്, ഭവനങ്ങളുടെ ഉള്ളറകളിൽ എഴുന്നേൽക്കട്ടെ. നമ്മുടെ തലമുറകൾ ഈ നശിപ്പാനുള്ള തലമുറകളല്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് നിൽപ്പാനുള്ള തലമുറകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം തലമുറകളുടെ വിടുതലുകൾ പല, ഹല്ലേലൂയ, സ്തോത്രം, മാതാപിതാക്കളുടെ നിലവിളികൾ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, പഠിക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ആമേൻ, ഞാൻ പറഞ്ഞു, സിസ്റ്ററെ കടന്നുവാ, ഹല്ലേലൂയ, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം 70% മാർക്ക് ഈ 10ാം ക്ലാസ്സില് ഒരു പൈതലിന് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവൻ പഠിച്ചതെല്ലാം മറന്നു പോകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്രകാരം, ഹല്ലേലൂയ, സ്തോത്രം, ഒത്തിരിയും തലമുറകളുടെ ഒത്തിരിയും അത്ഭുതങ്ങള് സ്വർഗത്തിലെ ദൈവം ഈ കാലഘട്ടങ്ങളില് കർത്താവ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ 20 വർഷമായിട്ട് US പ്രദേശത്ത് അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ എല്ലാവരും US ആമേൻ, സ്തോത്രം. എന്നാൽ 20 വർഷമായിട്ട് പ്രോസസ്സിംഗ് നടക്കുന്ന ഒരു കുടുംബം, ഹല്ലേലൂയ, അവർ കാത്തലിക്സ് ആണ്. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഈ വിശ്വാസം പറയുമ്പോഴത്തേന് അവര് എതിർക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ അവരുടെ സാഹചര്യങ്ങളെല്ലാം ബന്ധിക്കപ്പെട്ട അവസ്ഥയില്, ഒന്നും മുന്നോട്ട് നീങ്ങാത്ത അവസ്ഥയില് ഞാൻ പറഞ്ഞു, രാത്രിയിൽ പ്രാർത്ഥിക്കാൻ വാ, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, അങ്ങനെ അവര് ഈ സൂം പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്തു. ആമേൻ, 2 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് സാഹചര്യങ്ങൾ മാറുവാൻ തുടങ്ങി. 20 വർഷമായിട്ട് പൊങ്ങി വരാത്ത പേപ്പർ, ആമേൻ, സ്തോത്രം, അവർക്ക് ലഭിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്നലെ രാത്രി അവര് കുടുംബമായിട്ട് 3 തലമുറകളുണ്ട്, 3 ആൺമക്കൾ, ഹല്ലേലൂയ, സ്തോത്രം. ആൺമക്കളെ സംബന്ധിച്ചും ഒത്തിരിയും വിടുതലുകൾ അവരുടെ ഭവനത്തിൽ നടപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. ഇന്ന് വെളുപ്പിനെ അവർ അമേരിക്കയുടെ പ്രദേശത്ത് 20 വർഷം കൊണ്ട് നടക്കാത്തത്, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ ജീവിതത്തിൽ നടപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആമേൻ, സ്തോത്രം. അവർ കർത്താവിനെ സ്വീകരിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്നാനപ്പെട്ടിട്ടില്ല, അവർ കാത്തലിക് വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോം എറൈസ് ആൻഡ് ഷൈൻ എന്ന് പറയുന്നത് ആമേൻ, സ്തോത്രം, വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല. അതിൽ മർത്തോമക്കാരുണ്ട്, യാക്കോബക്കാരുണ്ട്, കാത്തലിക്സ് ഉണ്ട്, ആമേൻ, ഹിന്ദു വിശ്വാസത്തിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവിനെ അറിഞ്ഞവരുണ്ട്, ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ നിൽക്കുന്നവർ, ഒത്തിരി പേരൊന്നുമില്ല, എന്ന സമർപ്പണത്തോടെ നിൽക്കുന്ന കുറെ പേർ, ഹല്ലേലൂയ, ഇതിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കും.
പ്രാർത്ഥിക്കുന്നു. ആമീൻ, സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുകയാണ്. ഈ കാലഘട്ടത്തിൽ കർത്താവ് എന്താണോ നൽകി തരുന്നത് അതിനനുസരിച്ച് വിശ്വസ്തയോട് നിൽപ്പാൻ, സ്ഥിരതയോടുകൂടി ഓടുവാൻ, ഇത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം ആത്മീയ ഗോളത്തിൽ ഇല്ലാത്തത്. ഒന്ന് വിശ്വസ്തത, ഒന്ന് സ്ഥിരത. ഇത് രണ്ടും ചെയ്തെടുപ്പാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം നൽകി തരേണ്ടതിന് നിങ്ങളെ എല്ലാവരെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഞങ്ങൾ കുടുംബമായിട്ട് ഇവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. എന്നെയും എന്റെ തലമുറകളെയും കർത്താവ് കാണിച്ചു തന്നതുപോലെ വിവിധ സൂം പ്ലാറ്റ്ഫോമുകളിൽ വർഷിപ്പിനായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ഏവരെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഈ ഒരു അവസരം ഒരുക്കി തന്ന വലിയവനായ ദൈവത്തോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡാനിയൽ ജോൺ പാസ്റ്ററിനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമീൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അപ്പാ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അടിയന്റെ ജീവിതത്തിൽ എന്റെ അപ്പൻ ചെയ്തെടുത്ത പ്രവൃത്തികൾ ഹല്ലേലൂയ വർണ്ണിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിയല്ലോ അപ്പാ. ഇന്നയോളം നടത്തിയ ദൈവത്തിന് സകല മഹത്വവും കരേറ്റുകയാണ് എന്റെ കർത്താവ്. ഇത് കേട്ട ഈ ഹല്ലേലൂയ സ്തോത്രം അനുഭവ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തിൽ അവരുടെ തലമുറകളോടുള്ള ബന്ധത്തിൽ ഹല്ലേലൂയ ആരെങ്കിലും ഇന്ന് ഹല്ലേലൂയ ഭാരത്തോടുകൂടി ആയിരിക്കുന്നെങ്കിൽ ആ തലമുറകളെ വഹിച്ചടിയൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അപ്പൊ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഇത് വിടുതലും ഹല്ലേലൂയ അനുഗ്രഹവുമായി മാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദേശങ്ങളുടെ നടുവിൽ ചലഞ്ചഡ് മദേഴ്സ് എഴുന്നേൽക്കട്ടെ. എന്റെ തലമുറ എന്റെ ഉദരത്തിൽ നൽകി തന്നെങ്കിൽ അവൻ ദൈവനാമ മഹത്വത്തിനായിട്ട് ഹല്ലേലൂയ ഉപയോഗിക്കപ്പെടുന്ന തലമുറയാണ് എന്ന് ഹല്ലേലൂയ മനസ്സിലാക്കിക്കൊണ്ട് ചലഞ്ചഡ് മദേഴ്സ് ഈ ദിവസങ്ങളിൽ കാലഘട്ടങ്ങളിൽ എഴുന്നേൽക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഭവനത്തിന്റെ ഉള്ളറകളിൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലത്തിന്മേൽ ഞങ്ങൾ ജയമെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ തലമുറകൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ, അവരുടെ സമാധാനവും വലുതുമായിരിക്കും. ഹല്ലേലൂയ. ആമീൻ, ആമീൻ, സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങളുടെ മേലുള്ള അവന്റെ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം അപ്പാ. ഹല്ലേലൂയ ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ നീ തന്നിരിക്കുന്ന വചനവും ഞങ്ങളുടെ തലമുറകളുടെ മേലും ഞങ്ങളുടെ തലമുറയുടെ മേൽ നിന്നും ഒരിക്കലും മാറിപ്പോകാതെ വണ്ണം എന്റെ കർത്താവിന്റെ ശുശ്രൂഷകൾ ഞങ്ങളുടെ തലമുറകൾ ചെയ്തെടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൊ ആരംഭ മിനിസ്ട്രിനെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന അനേകർക്ക് ഹല്ലേലൂയ ഇതൊരു അനുഗ്രഹമായി മാറുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന കർത്താവേ. ആദ്യോടന്തം എന്റെ കർത്താവിന്റെ കൃപ അപ്പൊ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളോടൊപ്പം ഇരുന്ന കൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അടിയൻ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ ആകയാൽ അനുഗ്രഹിക്കുന്നവരായി ഇരിപ്പീൻ എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ് കർത്താവെ. സ്വർഗീയ സമാധാനത്താൽ എല്ലാവരെയും നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താഴ്ത്തി ഏൽപ്പിക്കുന്ന പ്രാർത്ഥിപ്പാൻ ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച നസ്രേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ. ഹല്ലേലൂയ. താങ്ക് യു കർത്താവിന്റെ സിസ്റ്റർ രജനി ബിജു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം. അനേക സഹോദരിമാർക്ക് പ്രചോദനം, അവർക്ക് പ്രോത്സാഹനം പകരുന്ന ഒരുപാട് അനുഭവങ്ങൾ സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ ദൈവം തന്നു. അത് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്ത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് അമ്മമാരുടെ കണ്ണുനീരും പ്രാർത്ഥനയും ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റു പലതും അവർക്ക് കൊടുക്കുന്നുണ്ട്, എന്നാൽ കണ്ണുനീരും പ്രാർത്ഥനയും അതിനോടൊപ്പം കൊടുത്തില്ല എങ്കിൽ ബാക്കി എന്തെല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും അത് അവരെ മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ അവർക്ക് ഇരുളിലേക്ക് പോകുന്നൊരു അനുഭവമായിരിക്കും അവരുടെ ജീവിതത്തിലുണ്ടാകുന്നത്. എന്നാൽ കണ്ണുനീരിലും പ്രാർത്ഥനയിലും കുതിർന്ന് വളർന്നു വരുന്ന ഒരു തലമുറയാണെങ്കിൽ അവർക്ക് ഒരിക്കലും ഇരുളിൻ്റെ അനുഭവത്തിൽ പോകേണ്ടി വരില്ല. പകരം അവർ വെളിച്ചത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരും. ഈ കാലഘട്ടത്തിൽ അത് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. എങ്കിലും കുറച്ച് പേരെങ്കിലും തങ്ങളുടെ ദാനമായി ലഭിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും കണ്ണുനീരോടെ അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഉണ്ട്. സ്തോത്രം. അവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പല ഭവനങ്ങളിലും ഇന്ന് നോക്കുമ്പോൾ അവർക്കൊന്നിനും കുറവില്ല, പിന്നെ പ്രാർത്ഥനയുടെ ആവശ്യം ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പല ഭവനങ്ങളിലും പ്രാർത്ഥനയും വചനധ്യാനവും ആത്മീയ കൂട്ടായ്മകളും ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ട് ഇരിക്കുക. പകരം പല പുതിയ സംസ്കാരങ്ങളും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നത്തേതിൽ മാതാപിതാക്കന്മാർ കണ്ണുനീരൊഴുക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ കാണുകയും കേൾക്കാൻ ചെയ്യാൻ കഴിയുന്നു. വളർന്ന് വലുതായതിനു ശേഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. സ്തോത്രം.
നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാനും കണ്ണുനീരൊഴുക്കുവാനും കണ്ണുനീരിൽ കുതിർന്ന് അവർ വളർന്നു വരികയും ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും അവർ ദൈവത്തിനും മനുഷ്യർക്കും മാതാപിതാക്കന്മാർക്കും സമൂഹത്തിനും ഒരനുഗ്രഹവും മാതൃകയുമായിരിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. പ്രിയ രജനി സിസ്റ്ററിനെ, ടീമിനെ, നിങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയെ ദൈവം അതിനായി ഒരുക്കിയെടുത്തല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. അരോമ ടി വിയിലൂടെ ഈ സാക്ഷ്യം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ പ്രചോദനമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ ദാസ്യമുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുമ്പോൾ തന്നെ പ്രേക്ഷകരെ ഈ സാക്ഷ്യം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണിക്ക് പ്രത്യേകാല പ്രാർത്ഥന നടന്നു വരുന്നു. നിങ്ങൾക്ക് സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടൂ. നിങ്ങൾക്ക് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്ത് തരുന്നതായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com